ഞാൻ ഒരിക്കൽ കാണ്ടുവ മധ്യപ്രദേശിൽ ഞാനൊരു ക്യാമ്പ് നടത്താം, ഭാരത് മിഷൻ്റെ ക്യാമ്പ് നടത്താം. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ കൂടെ നടന്ന് ചെയ്യുന്നൊരു ക്യാമ്പാണ്. ആ ക്യാമ്പിനകത്ത് ഞങ്ങൾ രാത്രിയിൽ ശുശ്രൂഷിക്കുക. 3 ദിവസത്തെ ക്യാമ്പ്. ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാം. ആ ക്യാമ്പിനകത്ത് വളരെ അതിശക്തമായ ദൈവിക നിയോഗങ്ങളും ദൈവപ്രവൃത്തികളും വരുന്നു. കേരളത്തിൽ നിന്ന് പോയ ദൈവദാസന്മാരെ എല്ലാം ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു, അതിശക്തമായി ദൈവം ഉപയോഗിച്ചു. ആ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെ കഷ്ടമായ ഒരു ഗ്രാമം. ആടിൻ്റെ കറി കൊണ്ടുവന്നപ്പോൾ ആടിൻ്റെ നാക്കുണ്ട്, കുടലുണ്ട് കറിക്കകത്ത്. കോഴിക്കറി കൊണ്ടുവന്നപ്പോൾ കോഴിയുടെ തലയുണ്ട്, കാലുണ്ട് കറിക്കകത്ത്. ഇതൊക്കെ കിട്ടുന്ന ഒരു ഗ്രാമമോ. ഇതെല്ലാം ഞങ്ങളും കഴിക്കേണ്ട വന്നു. ഇവിടെ വന്ന് ശുശ്രൂഷയിലുള്ള പാസ്റ്റർ സാം മുട്ടം അവർ ആദ്യത്തെ ദിവസം എന്നോട് ചോദിച്ചു, ജിബിനെ നമുക്ക് നോൺ വെജ് ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ നോൺ വെജ് ഉണ്ട്, വരും. 2ാമത്തെ ദിവസം നോൺ വെജ് വരും. 2ാമത്തെ ദിവസം വന്നപ്പം ഞങ്ങൾക്ക് ചിക്കൻ കറിയാണ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പിയപ്പം കോഴിയുടെ തലയാണ് കിട്ടിയേ. അപ്പം അങ്ങനത്തെ ഗ്രാമങ്ങളൊക്കെയാണ് ഞങ്ങൾ പോയി ശുശ്രൂഷിച്ചത്. അപ്പം എന്നോട് അന്ന് 2ാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, ജിബിനെ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി അച്ചാറായാലും സ്തോത്രം സ്തോത്രം. നമ്മൾ ബാംഗ്ലൂരൊക്കെ ആണല്ലോ, ഇച്ചിരി നമ്മൾ സേഫ് സോണിലൊക്കെ ആയതുകൊണ്ട് പാസ്റ്റർ സ്തോത്രം പറയാൻ പറഞ്ഞതല്ലേ, ഒന്ന് പറഞ്ഞേക്കാം, ഒന്ന് കൈയടിക്കാൻ പറഞ്ഞില്ല, ഒന്ന് തിരുമി ഒന്ന് കയ്യേ. കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും ദൈവം നമുക്ക് നിയോഗങ്ങൾ തരുമ്പം അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ മാനിപ്പാൻ ഈ ദൈവം ശക്തനായ ദൈവമാണ്. ദൈവം എന്തെങ്കിലും നന്മകൾ നൽകി തന്നാൽ നമ്മുടെ ഉയരെയുള്ളവരെ നോക്കിയിട്ടല്ല നമ്മൾ നമ്മളെ നോക്കേണ്ടത്, നമ്മുടെ താഴെയുള്ളവരെ നമ്മൾ നോക്കിയിട്ട് പറയണം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതോർത്ത് എൻ്റെ അപ്പ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നെന്ന് പറയാൻ നമ്മൾ തയ്യാറായാൽ വി വിൽ നെവർ ഹാവ് എനി കംപ്ലൈൻറ്റ്സ്. നമ്മൾ ഒരിക്കൽ പോലും കംപ്ലൈൻറ്റ് പറയത്തില്ല. നമ്മളെപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. അപ്പം വി ഷുഡ് ബി കണ്ടംപ്റ്റ് വിത്ത് വാട്ട് വി ഹാവ്. നമുക്കുള്ളതിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം. അങ്ങനെ ഞങ്ങൾ ആ രാത്രിയിലൊക്കെ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഏകദേശം 11:30 കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ ശുശ്രൂഷിച്ചു. അനേകർ അവിടെ സൗഖ്യമായി, അനേക അത്ഭുതങ്ങൾ നടന്നു. വലിയ 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 അത്ഭുതങ്ങൾ. കേരളത്തിൽ ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ പരമ്പരകൾ ഞാൻ ആ ഗ്രാമത്തിൽ കണ്ടു. പക്ഷേ അതിനുശേഷം ഒരു 11:30 കേരളത്തിൽ നിന്ന് വന്നവരല്ലേ, ക്ഷീണമൊക്കെ ഇല്ലേ, അപ്പം ഞങ്ങൾ പോയി കിടന്നു. നമുക്ക് ഇച്ചിരി കഴിയുമ്പം പക്ഷേ 8:30, 8:45 വരെയൊക്കെ ദൈവാത്മ ഇറങ്ങുന്നത് നമുക്ക് സഹിക്കും. പക്ഷെ അതിനപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ ആരുമില്ല എൻ്റെ കൂടെ. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞേ. ദൈവപ്രവൃത്തി എവിടെ ആരംഭിക്കുന്നത്, എങ്ങനെ ആരംഭിക്കുന്നത് ആർക്കറിയാം? ദൈവം പ്രവർത്തിക്കുമ്പം കടകടച്ച് മക്കളുമായിട്ട് ഒന്നിച്ച് എണ്ണ പകരുമ്പോൾ പിള്ളേരകത്ത് വേണം. കാരണം തമ്പുരാന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. മനുഷ്യന്റെ ക്ലോക്കിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് വന്ന് ഞങ്ങൾ ഭയങ്കര ടയേർഡായി, ഞങ്ങൾ മുറിയിലേക്ക് പോയി കിടക്കാൻ വേണ്ടി പോയി. പക്ഷെ ആ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത, ആ ഗ്രാമത്തിൽ ഒരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ ഓൺ ആക്കിയാൽ എല്ലായിടവും കറണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഗ്രാമമാണ് കാണ്ടുവ, മധ്യപ്രദേശ്. ഒരു പുഴയുണ്ട്, പുഴയൊക്കെ ക്രോസ് ചെയ്ത് വെള്ളം ഒഴുകുന്ന കുറവാണ്. അപ്പം ഞങ്ങൾ പോകുന്ന മാക്സി പോലത്തെ 10, 15, 20 പേരൊക്കെ ഒന്നിച്ചിരിക്കുന്ന വലിയ നീളമുള്ള ജീപ്പിലാണ് പോകുന്നത്. ഞങ്ങൾ ഓൾറെഡി ക്രോസ് ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്ന് 3 ദിവസം തമ്പടിച്ച് അവിടുത്തെ ചർച്ചിൽ തറയിൽ കിടന്ന് ഒക്കെയാണ് ആ ക്യാമ്പ് നടത്തുന്നത്. അപ്പം ഞങ്ങൾ പക്ഷേ ടയേർഡ് ആയതുകൊണ്ട് രാത്രി ഞങ്ങൾ പോയി കിടന്നു. പക്ഷേ എനിക്ക് രാത്രിയിൽ ഉറക്കം വന്നില്ല. കാരണം ഈ സൗണ്ട് ഭയങ്കര കൂടുതലാണ്. ഗ്രാമത്തിൽ നിന്ന് 3 ദിവസമൊക്കെ ട്രാവൽ ചെയ്ത ആളുകൾ ആ ഗ്രാമത്തിൽ വന്ന് കിടന്ന് ശുശ്രൂഷയുടെ ഭാഗമാകുക. പക്ഷേ രാത്രിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ രാത്രിയിൽ വെളുപ്പിന് 2:30 കാരണം ഞങ്ങൾ കിടക്കുന്ന ഹോളിനകത്ത് തേച്ചിട്ടൊന്നുമില്ല, വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള ഒരു സഭ. അതിനകത്ത് ഞങ്ങൾ തറയിൽ കിടക്കുമ്പോൾ ലൈറ്റ് എല്ലാം കണ്ണിലേക്ക് വരുന്നു, സൗണ്ടെല്ലാം ചെവി കേൾക്കുന്നു. ബാക്കി എല്ലാവരും നല്ലപോലെ ടയർഡായുണ്ട്, അവർ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം വരാതെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ടെൻറ്റിൽ നിറച്ചൊരു 10,000 പേരുണ്ട്. 1000 പേരോളം വരുന്ന ജനം മുഴുവൻ അവിടെ ഇരുന്ന് അപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇഫ് യു സീക്ക് ഫോർ റിവൈവൽ, നിങ്ങളുടെ സ്കെഡ്യൂൾ ആദ്യം മാറ്റി വെക്കണം, നിങ്ങളുടെ ടൈം ആദ്യം മാറ്റി വെക്കണം. നിങ്ങൾ റിവൈവലിനൊപ്പം നിങ്ങൾ ചലിക്കാൻ നിങ്ങളുടെ സമയത്തെ വിട്ടുകൊടുത്താൽ നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. നിങ്ങൾ ഇന്ന് എന്തിനു വേണ്ടിയാണോ ഓടുന്നത് അത് നിങ്ങളുടെ വീട്ടിനകത്ത് വരുമെന്ന് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഇന്ന് എന്തിനു വേണ്ടിയാ സമയം കളയുന്നത്, ആ സമയം കളയുന്ന കാര്യങ്ങൾ എൻ്റെ ദൈവം നിന്റെ മുറിക്കകത്തോട് തരാൻ. നമ്മൾ സേവിക്കുന്നത് ചെറിയ ദൈവത്തെയോ വലിയ ദൈവത്തെയോ? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട് എന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവം എന്നെ നടത്താൻ 1, 2 ദിവസമല്ല, കണ്ടാലും ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഈ ദൈവം മതി എനിക്ക്. എൻ്റെ അപ്പൻ എന്നെ മറക്കും, എൻ്റെ അമ്മ എന്നെ മറക്കും, എൻ്റെ സഹോദരങ്ങൾ എന്നെ മറക്കും, എൻ്റെ സഭ എന്നെ മറക്കാം. പക്ഷെ എന്നെ മറക്കാത്ത ഒരുവനുണ്ട്, എന്നെ വിളിച്ച എൻ്റെ അപ്പൻ. ആ അപ്പന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രികാലം ഒന്ന് നോക്കിക്കേ.
ആ അപ്പനിലേക്ക് ഇന്ന് രാത്രികാലം ഫോക്കസ് ഒന്ന് മാറ്റിക്കേ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ശുശ്രൂഷകളുടെ ഉറവിടങ്ങളെ, ഉയർച്ചകളെ എന്റെ ദൈവം നിന്നെ മടിത്തരും. ഹല്ലേലൂയ. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ചെറുപ്പക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട്. പല ചർച്ചകളിൽ പോകുമ്പോൾ ഇപ്പൊ ചെറുപ്പക്കാരെ കിട്ടാനില്ല, പക്ഷെ ഇവിടെ ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. നിങ്ങളെല്ലാം നാളെ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ആത്മാവിന്റെ കാറ്റ. ദേശത്തെ കീഴ്മേൽ മറിക്കാൻ, യെരിഹോ പട്ടണത്തെ ഇടിച്ചിടാനുള്ള അഭിഷേകത്തിന്റെ സോഴ്സുകളാണ് നിങ്ങളെല്ലാം. ശക്തി പ്രാപിക്കുന്നത് കേവലം എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ട് 98% ലോകത്തിന് വേണ്ടി ചെയ്യാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. മറിച്ച് വേറിട്ട് ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഈ 40ന്റെ അവസാനമല്ല, ഇന്ന് തന്നെ എന്റെ ദൈവം നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ മെനഞ്ഞ് നിങ്ങളെ അക്കരെ കൊണ്ടെത്തിക്കാൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ രക്തത്താൽ ഞാൻ ജയമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പം അവിടുത്തെ പാസ്റ്ററും ആ സഭയിലെ ഒരു സഹോദരിയും കൂടെ ശക്തമായിട്ട് നിന്ന് ഒരാൾ അന്യഭാഷ പറയും, ഒരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കേരളത്തിൽ നിന്ന് പഠിപ്പിക്കാൻ ചെന്ന, പക്ഷെ ഞാനിതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു പുതിയ പാഠം പഠിക്കുക. ഹലോ, ഇതുവരെയുള്ള ധാരണകൾ ഇങ്ങനെയാ പരിശുദ്ധാത്മാവ് ചലിക്കുന്നതെന്നൊക്കെ ഉള്ളതെല്ലാം മാറ്റി വെക്കണം. ഞാൻ ഇതേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നിർത്തണം. കർത്താവെ, അങ്ങ് എന്താണോ ചെയ്യുന്നത് അത് പ്രാപിക്കാൻ ഞാൻ തയ്യാറാ. അങ്ങനെ പറയുന്ന ഒരാൾ ഈ സഭയിലുണ്ടെങ്കിൽ അവരെ ആ സ്വർഗത്തിന്റെ റഡാർ വെച്ച് നോക്കുന്നേ. ദൈവത്തിന് ഭൂരിപക്ഷമല്ല വിഷയം, ദൈവത്തിന് ന്യൂനപക്ഷമാ വിഷയം. സ്വോത്രം. ഇന്ന് രാത്രിയിൽ അങ്ങനെ ചിലരെ ദൈവം ഇതിനകത്ത് വെച്ച് നോക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ എൻ്റെ ദൈവം ഇന്ന് ഇവിടെ വന്നേ. നിങ്ങളുടെ സ്കെഡ്യൂളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇന്ന് രാത്രി ആലയത്തിൽ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഞാൻ പറഞ്ഞു തുടങ്ങേണ്ടടത്തു നിന്ന് മാറ്റി, എന്നെ റൂട്ട് മാറ്റി ഇതിനകത്തേക്ക് കയറ്റുന്നെങ്കിൽ എനിക്കിന്ന് രാത്രിയിൽ ഒരു കാര്യം ബോധ്യമാ. ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളിലൂടെ ചിലതൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ആത്മധൈര്യം ഇന്ന് രാത്രിയിൽ വ്യാപരിക്കണം. നിങ്ങൾ ചെയ്യുന്നത് എന്തോ അതിനേക്കാൾ അപ്പുറത്ത്, ലോർഡ്, ഐ വാണ്ട് ടു ബി എ യൂസ്ഫുൾ വെസൽ ഫോർ യു. എനിക്ക് അങ്ങയുടെ കയ്യിൽ ഒരു ഉപയോഗശൂന്യമായ പാത്രമല്ല, ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാത്രമാക്കി എന്നെ മാറ്റണമെന്ന് ആരിന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമോ, നിന്നെ ഉപയോഗിക്കാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാ. ഒരു പ്രസംഗം കേട്ടു പോകാനല്ല, അതിന്റെ അപ്പുറത്ത് കേൾക്കുന്ന ദൂതിനകത്ത് ഒരു മറുപടി പറയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് നിയോഗത്തിൽ ഒന്ന് പ്രവചിക്കാൻ ഇന്ന് രാത്രി ലോകത്തെ നോക്കി ഒന്ന് വിളിച്ചു പറയാൻ, ഇല്ലടാ സാത്താൻ, നിന്റെ കയ്യിൽ ഒതുങ്ങുന്നവനല്ല ഞാൻ. എന്റെ ദൈവം നിന്നേക്കാൾ വലിയവനായതുകൊണ്ട് ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആ ദൈവം ഇന്ന് രാത്രിയിൽ എന്നെ ഉപയോഗിക്കുന്ന ദൈവമാണ്. അന്ന് നിയോഗമുള്ളവർ അല്പസമയങ്ങൾ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് പ്രാർത്ഥിച്ചോണ്ട് പറ. കേവലം കൈയടിച്ചിട്ട് കാര്യമില്ല, കേവലം ആരാധിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിച്ചോണ്ട് പറയണം, കർത്താവേ അങ്ങ് എന്നെ ഉപയോഗിക്കണമേ. എനിക്ക് ചിലത് പുതിയത് അറിയണം, എനിക്ക് പുതിയത് കാണണം. ഇതുവരെ എന്റെ തലമുറ കണ്ടിട്ടില്ലാത്ത, എന്റെ തലമുറ ദർശിച്ചിട്ടില്ലാത്ത ഒരു പുതിയ നിയോഗത്തിലേക്ക് എന്നെ എടുക്കണം. ഞാൻ അങ്ങനെ രാത്രിയിൽ ഗ്രാമത്തിൽ വെളിയിലിരിക്കുമ്പം ഈ പാസ്റ്ററും സഭയിലെ ഒരു കൊച്ചു പെൺകുട്ടിയും കൂടെ, രണ്ടുപേരും കൂടെ നിന്നുകൊണ്ട് അന്യഭാഷ പറയുന്നു, വ്യാഖ്യാനിക്കുന്നു, അന്യഭാഷ പറയും. ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുക. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനൊരു 15-20 മിനിറ്റ് പാസ്റ്റർ ഞാൻ അവിടെ നിന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കാരണം ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച. കേരളത്തിലാണ് ഞാനും എൻ്റെ സിസ്റ്റർ, ഞങ്ങൾ പെന്തക്കോസ്തിന്റെ 4ാം തലമുറക്കാരാണ്. പക്ഷെ ഇതുപോലൊരു കാഴ്ച എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ അവിടെ നിന്നു, ഞാൻ കണ്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുകയാണ് ഇവർ തമ്മിൽ സ്വിച്ച് ചെയ്യുന്നു. തൊട്ടടുത്ത് ഇന്ന പാസ്റ്റർ അന്യഭാഷ പറയുന്ന ഈ സഹോദരി വ്യാഖ്യാനിക്കുന്നു. എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? ആത്മാവിന്റെ തലം സഭയ്ക്കകത്ത് വെളിപ്പെടാൻ സമയമായി. ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കകത്ത് നിന്ന് പുറത്തു വരാൻ സമയമായി.
ഇതുവരെയും കണ്ടിട്ടില്ലാത്തതുപോലെ ആത്മീക ഉണർവിന് എന്ന് പറഞ്ഞാൽ ഈ സഭയിലുള്ള വിശ്വാസികൾ, പക്ഷേ എന്നോട് ദൈവം ഇങ്ങനെ പറയുക, ഈ സഭയിലുള്ള വിശ്വാസികൾ ചില കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ ആ കുടുംബത്തിലുള്ളവരെ സ്കാൻ ചെയ്ത് ചിലതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഭയ്ക്കകത്തോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത് പോലെ ഈ സഭയുടെ ഉണർവിന് കാരണമായി തീർന്നത് ഏതെങ്കിലും ഒരു ദൈവദാസനല്ല. ഈ സഭയ്ക്കകത്ത് വില കൊടുത്തു നിൽക്കാൻ ആര് തയ്യാറാകുമോ അവരെയും അവരുടെ കുടുംബത്തെയും ഉപയോഗിക്കാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാ. അങ്ങനെ നിയോഗത്തിലേക്ക് ഇന്ന് രാത്രി കയറി വരാൻ എത്ര പേര് തയ്യാറ്? സ്വതന്ത്രം. അന്ന് രാത്രിയിൽ സംഭവിച്ചത്, ഈ രണ്ടുപേരും കൂടെ അവിടെ നിന്നോണ്ട് ഞാനൊരു മൂലയ്ക്ക് നിൽക്കുക, ഇവർ രണ്ടുപേരും കൂടെ എന്റെ നേരെ വിരളി കൊണ്ടി. അപ്പൊ എനിക്ക് ഷോക്കായി. ഇവർ രണ്ടുപേരും കണ്ണടഞ്ഞിരിക്കുക, കണ്ണു തുറന്നിട്ടില്ല. രണ്ടുപേരും വിരളി ചൂണ്ടുന്നത് എന്റെ നേരെ. വിളിച്ചു പറയാ, പാസ്റ്റ് അന്യഭാഷ പറയുമ്പം ഈ സഹോദരി വിളിച്ചു പറയാ, യു ആർ മൈ മിനിസ്റ്റർ, യു ആർ സെലക്ടഡ് ഫോർ മൈ മിനിസ്ട്രി, യു ആർ ഫോർ നോർത്ത് ഇന്ത്യ. ഇംഗ്ലീഷിന്റെ ABCD വായിക്കാനും എഴുതാനും അറിയാത്ത ഒരു പെൺകുട്ടി ഇംഗ്ലീഷിൽ അന്യഭാഷയെ വ്യാഖ്യാനിച്ച് നമ്മുടെ കാതുകളിൽ കേൾപ്പിക്കുക. തമ്പുരാൻ പറയാ, എടാ നിന്റെ കഴിവും മിടുക്കും എല്ലാം എടുത്ത് എന്റെ സന്നിധി വെച്ചിട്ട് നീ കേറി വാ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീക നിയോഗങ്ങളിലേക്ക് ഞാൻ നിന്നെ എടുത്തു കയറ്റാം. നിന്റെ പരിചയങ്ങളും നിന്റെ അറിവും നിന്റെ സമ്പത്തും എല്ലാം നീ വലിച്ചു കളാ. ഓർക്കണമേ ദാവീദേ, നീ സിംഹത്തെ വലിച്ചു കീറുമ്പോ, നീ കരടിയെ വലിച്ചു കീറുമ്പോ ഇനി അതിന്റെ പേരും പറഞ്ഞ് നടക്കാനല്ല. നീ വലിച്ചു കയറിയാൽ അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. ഹലോ, ഒരു വാക്ക് അന്യഭാഷ പറഞ്ഞാൽ +2 പാസ് എന്നല്ല അതിന്റെ അർത്ഥം, LKG കയറി എന്നതിന്റെ അർത്ഥം. 2 വാക്ക് അന്യഭാഷ പറഞ്ഞാൽ അതുകൊണ്ട് ഒതുങ്ങുന്നതല്ല ഞാൻ വിശ്വസിക്കുന്ന പെന്തക്കോസ്തിനകത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നെഴുതിയാൽ അതിന്റെ അർത്ഥം എന്തിന്റെയൊക്കെ ആരംഭം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ കുറിക്കുക. 40-നകത്ത് എന്ത് കിട്ടി? ഞാൻ അന്യഭാഷ പ്രാപിച്ചു പാസ്റ്ററെ. ഇനി അടുത്ത 21 കിട്ടും. സ്വോത്രം കുറഞ്ഞു പോകരുത്. കാരണം ഞാൻ ദൂത് പറയാനാ വന്നേ. ചിലപ്പോൾ ദൂതിനകത്ത് കയ്യടിയൊന്നും വന്നില്ലെന്നിരിക്കും, സാരമില്ലല്ലേ. ആന്തരികമായി നമുക്ക് ശക്തി കൂട്ടണം. ബാഹ്യമായ കയ്യടി ഇച്ചിരി കുറഞ്ഞാലും ആന്തരികമായ ശുശ്രൂഷകൾ പുറത്തു വരണം. ആത്മീകമായ ചില നിയോഗങ്ങളുടെ കൈമാറ്റങ്ങൾ സംഭവിക്കണം. അതിന് ബാഹ്യമായ കുറച്ച് കയ്യടി കുറഞ്ഞാൽ അതൊരു ഉപരിവിപ്ലവ തലത്തിലുള്ള ഒരു ശുശ്രൂഷയായിട്ട് അതിനെ അങ്ങ് തീർക്കാതെ അതിനേക്കാൾ അപ്പുറത്ത് എന്നിലൂടെ വെളിപ്പെടേണ്ട ചില ശുശ്രൂഷകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി എൻ്റെ ഇപ്പുറത്തിരിക്കുന്നവൻ ജോലി ചെയ്യുന്നതും അപ്പുറത്തിരിക്കുന്നവൻ ജോലി ചെയ്യുന്നതും എന്നിലൂടെ പുറത്തു വരാനുള്ള ആത്മാക്കളാണെന്നുള്ള തിരിച്ചറിവ് വേണം കൈയടിക്കാൻ. അതിന് കൂടുണ്ടോ? സ്വത്രാഴ്ച ഇടുന്നത് നല്ലതാ, സഭയെക്കുറിച്ച് 10 പേരോട് പറയുന്നത് നല്ലതാ. പക്ഷെ അന്യഭാഷ പറയുന്നത് ഞാൻ എന്നിലൂടെ കൃപാവരങ്ങൾ ജ്വലിക്കാൻ സമയമായി. എത്ര പേരുടെ അന്യഭാഷ പറയുന്നവരുണ്ട്? സ്വോത്രം. നമ്മളിലെ കൃപാവരം ജ്വലിക്കാൻ സമയമായി. 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം. ഇവിടെ കൃപാവരത്തിൽ ശുശ്രൂഷിക്കുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. ഈ സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ഈ സഭയുടെ സീസൺ, ഈ സഭയുടെ ടൈം ദൈവം ചേഞ്ച് ചെയ്യുന്നത് പോലെ ഇതുവരെ ഓടിയിട്ടും എത്തിയിട്ടും അധ്വാനിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ ചില സെക്കൻഡിനകത്ത് എന്റെ ദൈവം ഈ സഭയ്ക്കകത്ത് തുടങ്ങാൻ പോവാന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചെന്ന് രാത്രിയിൽ ഇവിടെ പറഞ്ഞാൽ അതിനെ ആത്മാവിൽ സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? യെസ്, ഹല്ലേലൂയ. അതുകൊണ്ട് കൃപാവരങ്ങളിൽ ജ്വലിച്ചു വരുന്ന സഭയായി നമ്മുടെ സഭ മാറട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുക. വായിക്കാം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:13. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഒരിക്കലൂടെ വായിച്ചാട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു.
ഒരിക്കലൂടെ ശബ്ദം ഉയർത്തി ഒന്ന് പറയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. I can do all things through Christ who strengthens me. ശകലത്തിലല്ല, സകലത്തിലും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാചകങ്ങളാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഈടുറ്റ അനുഭവങ്ങളിൽ നിന്ന് താൻ പറയുന്ന വാക്കുകളാണ്. വെറും വാക്കായിട്ട് നമ്മളൊരു എക്സാമിന്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, കോളേജിൽ പഠിക്കുന്നവരുണ്ട്, കമ്പനിയിൽ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, നമ്മൾ ഓരോരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മൾ രാവിലെ പറയുന്ന വാക്യമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കുഞ്ഞിലെ മുതൽ നമ്മളെല്ലാ കുഞ്ഞുങ്ങളെ നമ്മൾ കാണാതെ പഠിപ്പിച്ച് പറയിപ്പിക്കുന്ന ഒരു വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ട് നമ്മൾ വായിക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. ആമേൻ. നല്ല വാക്യമാ. കാണാതെ പഠിച്ച് തന്നെ പറയേണ്ട വാക്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ താഴ്ചയിലൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന വാക്യമാണ്. പക്ഷെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വാക്യം പിന്നെ നമ്മൾ ഉച്ചരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും സന്തോഷത്തിന്റെ വേളയിലും എല്ലായ്പ്പോഴും നമുക്ക് പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവം മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ റോമൻ കാരാഗൃഹത്തിൽ വീട്ടുതടങ്കിൽ കിടക്കുമ്പോൾ താൻ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. എന്തുകൊണ്ടാണ് താൻ ഈ ലേഖനം എഴുതുവാനുള്ള കാരണം? ആ കാരണത്തിലേക്ക് വരുന്നതിന് മുമ്പേ അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന 3 വാക്യങ്ങളുണ്ട്. 10, 11, 12 വാക്യങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്ക് അത് ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാമോ? നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പൗലോസ് തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ വരച്ചു കാട്ടിയിട്ട് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആരോടാ പറയുന്നത്? ഫിലിപ്പിയ സഭയോടാ പറയുന്നത്. സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. എങ്ങനെയാണ് പൗലോസും ഈ ഫിലിപ്പിയ സഭയും തമ്മിൽ കണക്റ്റഡ് ആകുന്നത്? അപ്പോസ്തലനായ പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ താൻ ഫിലിപ്പിയയിൽ എത്തുമ്പോൾ അവിടെ പുഴവക്കത്തിരിക്കുന്ന കുറച്ച് സഹോദരിമാരോട് താൻ സുവിശേഷം പറയാനായിട്ട് ഇടയായി തീർന്നു. അവിടെ പുഴവക്കത്തിരുന്ന ഒരു സഹോദരിയാണ് ലുദിയ എന്ന സഹോദരി. രക്താംബരം വിൽക്കുന്ന ഒരു സഹോദരി, മാനിയായ ഒരു സഹോദരി, ദൈവഭക്തിയായ സഹോദരി എന്ന് വചനത്തിൽ സാക്ഷ്യം പറയുക. ഈ സഹോദരി അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലയിടങ്ങളിൽ നിന്നും കർത്താവ് പരിശുദ്ധാത്മാവ് വിലക്കി, യേശു വിലക്കി എന്നൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ ആ വാക്യങ്ങൾ അവിടെ കിടക്കുക. എല്ലായിടത്തുനിന്നും വിലക്ക് കിട്ടി. ഈ പുഴവക്കത്തേക്ക് ഈ കർത്താവ് അപ്പോസ്തലനെ പൗലോസിനെ കൊണ്ടെത്തിക്കുക. ഈ പുഴവക്കത്ത് വന്നിരിക്കുമ്പോൾ ഈ സഹോദരന്മാരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസ് ചിന്തിച്ചില്ലേടാ, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, ഇവിടുന്ന് ഇറക്കി വിട്ടു, എന്നെ പലയിടത്തും ദൈവാത്മാവ് വിലക്കി, ഇങ്ങനെ ശുശ്രൂഷിക്കാനുള്ള എൻ്റെ വാതിലുകളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്നെ അങ്ങ് അടച്ചു കളയാണല്ലോ. അല്ല, ഫിലിപ്പിയ സഭയ്ക്ക് ഒരു പുതിയ വാതിൽ തുറക്കാൻ, ഫിലിപ്പിയ സഭയിലേക്ക് ഒരു പുതിയ എൻട്രി എന്ന് പറഞ്ഞാൽ, ഫിലിപ്പിയയിൽ ഒരു സഭ ഉടലെടുക്കണമെങ്കിൽ ഐ നീഡ് എ പേഴ്സൺ കോൾഡ് ലുദിയ. എനിക്ക് ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി എനിക്ക് ആവശ്യമുണ്ട്. അതിന് ചില വാതിൽ അടഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ പുറത്തെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഫിലിപ്പിയ സഭ പുറത്തെടുക്കാനായിട്ട് ലുദിയ എന്ന സഹോദരിയെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ട് പൗലോസിന് പല വാതിലടഞ്ഞ് എല്ലാ വാതിലും നാരോയായി വരുമ്പോൾ the concentration is going to ലുദിയ. കാരണം ലുദിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടുവച്ചയാളാ. എന്ന് പറഞ്ഞാൽ എപ്പോഴും പുൾപിറ്റല്ല പ്രിയപ്പെട്ടവരെ മിനിസ്ട്രി. നിങ്ങൾ പോകുന്ന ഇടവും ദൈവത്തിന്റെ മിനിസ്ട്രി പ്ലേസാ. നിങ്ങൾ കാല് ചവിട്ടുന്ന ഇടങ്ങളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കാനുള്ള ഇടമാണെന്ന് ഞാനിന്ന് രാത്രി പറഞ്ഞാൽ അതിനെ ആത്മാവിൽ സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? നിയോഗത്തോടെ ചലിക്കണം, പരിശുദ്ധാത്മാവിൽ ചലിക്കണം. ആത്മാവിന്റെ നിയോഗത്തോടെ നിങ്ങൾ ചലിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലെ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആകത്തില്ല. എല്ലാവരും കൂടെ ഉണ്ടോ? ദുഃഖങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, വേദനകൾ വരും. എന്തേ ദൈവം ഇങ്ങനെ? പക്ഷേ ആ നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾക്ക് ദൈവത്തിനൊരു പദ്ധതി ചെയ്യാനുള്ളത് കൊണ്ട് എവറി മിനിറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടൈം ഫോർ മൈ ഗോഡ്. കാരണം നിങ്ങൾ നിയോഗത്തിനനുസരിച്ച് ചലിക്കുന്നവരായി മാറണം. ഇവിടെ നിയോഗത്തിനനുസരിച്ച് പൗലോസ് ചലിക്കുക ലുദിയ എന്ന സഹോദരിയോട്.
അവിടെ പുഴവക്കത്തിരുന്ന സഹോദരിമാരോടെല്ലാം ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലുദിയയുടെ ഹൃദയം തുറക്കുന്നു. അങ്ങനെ ലുദിയയും കുടുംബവും മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു. ഉപദേശോട് പറഞ്ഞു, ഉപദേശി ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണമേ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണേ. അങ്ങനെ അപ്പോസ്തലനെ പൗലോസിനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ ഒരു സഭയെ ആരംഭിക്കുക. എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? സഭയെ ആരംഭിക്കുക, അനുഗ്രഹിക്കപ്പെട്ട സഭ. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കേൾക്കുക, അപ്പോസ്തലൻ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയിൽ പല സമയങ്ങളിൽ പൗലോസ് ഈ സഭ വിസിറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 അല്ല 2 അല്ല പല ആവർത്തി പൗലോസ് ഈ സഭ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ വളർച്ചയിൽ ഒരു നല്ല പങ്ക് വഹിച്ചതിൽ ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ തൻ്റെ പ്രയാസ കാലഘട്ടത്തിൽ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോസ്തലൻ പൗലോസിനെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതിന്, ഒന്ന് കരുതേണ്ടതിന്, ഒരു താങ്ങായി മാറേണ്ടതിന് സഭ പെട്ടെന്ന് പൗലോസിനെ ഓർക്കുകയും എപ്പഫ്രാദിത്തോസ് എന്ന് പറഞ്ഞ ഒരു യൗവനക്കാരനെയും ഒരു കൂട്ടം ആളുകളെയും കൂടെ കണക്ട് ചെയ്ത് ആ സഭയിൽ ഒരു ടീം ഫോം ചെയ്തിട്ട് പൗലോസിന്റെ അടുക്കൽ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കുറച്ച് കാച്ചില്, ചേന, ചേമ്പ്, കുറച്ച് അരി, ഗോതമ്പ് ഒക്കെ പാക്ക് ചെയ്ത് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് സഭ പറഞ്ഞു വിടുക, എപ്പഫ്രാദിത്തോസിനെയും ടീമിനെ. ഇവരവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതാ കിടക്കുന്നു, എപ്പഫ്രാദിത്തോസ് പെട്ടെന്ന് രോഗാവസ്ഥയിലാകുന്നു, മരിക്കാനായിട്ട് കിടക്കുക. പൗലോസ് ക്ഷീണാവസ്ഥയിലാണെങ്കിലും എഴുന്നേറ്റ് എന്ന് ഈ കൊച്ചു മകനെ, ഈ എപ്പഫ്രാദിത്തോസിനെ, ഈ യൗവനക്കാരനെ ശുശ്രൂഷിച്ച് അവന്റെ പനിയും അവന്റെ രോഗവും എല്ലാം സൗഖ്യമാക്കിയിട്ട് പറയുക, എടാ മോനെ നീ ഇവിടെ വന്നല്ലേ, നീ ഇത്തരം കാര്യങ്ങൾ സഭയെക്കുറിച്ചൊക്കെ പറയാം, ദേണ്ട് പിടിച്ചോ, ദേണ്ട് ഒരു ലേഖനം പരിശുദ്ധാത്മാവിനോട് ഞാൻ എഴുതിയതാ, നീ ഇത് സഭയെ കൊണ്ട് വായിക്കണം. ഈ സഭയെ കൊണ്ട് വായിക്കുമ്പോൾ നീ പറഞ്ഞതിനുള്ള മറുപടികളെല്ലാം സഭയ്ക്കുള്ളതുണ്ടെന്ന് പറഞ്ഞ് എപ്പഫ്രാദിത്തോസിന്റെ കയ്യിൽ ഈ ലേഖനം ഏൽപ്പിച്ചിട്ട് മടക്കി അയക്കുന്നതാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിലിപ്പിയ ലേഖനം എഴുതാനുള്ള പശ്ചാത്തലം പൗലോസ് പല കാര്യങ്ങളും സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നും ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, പല ആവർത്തി പറഞ്ഞു പറയുകയാണ്. 1, എപ്പോഴും സന്തോഷിപ്പിൻ. 2, ഇടപെടാതെ സന്തോഷിപ്പിൻ. 3, സന്തോഷിപ്പിൻ എന്ന് വീണ്ടും ഞാൻ നിങ്ങളോട്, എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? ഫിലിപ്പിയ ലേഖനം ഒരു നന്ദി സൂചകമായിട്ട് എഴുതിയ ലേഖനമാകുമ്പോൾ തന്നെ സന്തോഷിക്കാൻ പൗലോസ് ആഹ്വാനം കൊടുക്കുന്ന ലേഖനം കൂടെയാണ്. എന്ന് പറഞ്ഞാൽ വേദനയുടെ സമയത്ത്, കഷ്ടതയുടെ സമയത്ത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയാ, എടാ മക്കളെ സന്തോഷിക്ക്. സഭയോട് പറയാ, സന്തോഷിക്ക്, ഇടപെടാതെ സന്തോഷിക്ക്. കാരണം നിന്റെ സന്തോഷത്തെയും ആനന്ദത്തെയും നൽകി തരുന്നത് നിന്റെ സാഹചര്യമല്ല, നിന്റെ അകത്ത് നീ പ്രാപിച്ചെടുത്ത ദൈവത്തിന്റെ കൃപയാ നിനക്ക് സന്തോഷം പകർന്നു തരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും സന്തോഷമില്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ, 25 ദിവസമായി പാസ്റ്ററെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലുമില്ല, ഒരു ആനന്ദവുമില്ല, ഒരു സന്തോഷവുമില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിച്ച് പറയാ, നിന്റെ സാഹചര്യങ്ങളെല്ലാം നിനക്ക് സന്തോഷം പകർന്നു തരുന്നത് അതിനേക്കാൾ അപ്പുറത്ത് നിന്റെ അകത്ത് നീ പ്രാപിച്ചെടുത്ത നിത്യജീവന്റെ പ്രകാശനമാ നിനക്ക് സന്തോഷം പകർന്നു തരുന്നത് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേര് അതിന് ആമേൻ പറഞ്ഞിട്ട് പറയും, എൻ്റെ ആനന്ദവും എൻ്റെ സന്തോഷവും എൻ്റെ വീട്ടിൽ കിടക്കുന്ന എസ് ക്ലാസ് ബെൻസ് അല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലല്ല, എൻ്റെ 2 നില വീടല്ല, എൻ്റെ അപ്പാർട്ട്മെന്റ് അല്ല, എനിക്ക് ലഭിച്ച ജോലിയിലെയും അതിനകത്ത് ഉന്നമനങ്ങളുമല്ല, അതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ സന്തോഷം, എൻ്റെ ആനന്ദം, എന്റെ ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നതാണെന്ന് ഇന്ന് രാത്രിയിൽ പറയാൻ കഴിയുന്നവർ, നിന്റെ സന്തോഷത്തെ കവർന്നെടുക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ സാത്താൻ വരുമ്പോൾ പറയണം, എടാ ലുക്ക് അറ്റ് മീ, സീ മൈ ആറ്റിറ്റ്യൂഡ്. നീ ചിന്തിക്കുന്നുണ്ടോ നീ നൽകി തരുന്ന, അല്ലെങ്കിൽ എൻ്റെ ദൈവം നൽകി തരുന്ന ഏതെങ്കിലും നന്മയിലാണ് ഞാൻ എൻ്റെ കണ്ണ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന്? അതാ ഇയ്യോബിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം. യോബ് പറയാ, എൻ്റെ ദേഹം ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ട്. എന്ന് പറഞ്ഞാൽ we are not marching forward for the material blessings. We are not keeping our eyes on the material blessings. നമ്മൾ ഈ ഭൂമി ലഭിക്കുന്ന ഏതെങ്കിലും നന്മയുടെ പുറകിൽ ഓടുന്നവരല്ല പ്രിയപ്പെട്ടവരെ. നിനക്ക് വേണ്ടത് എന്താണോ അത് ദൈവം നിങ്ങളുടെ മടിയിൽ തരും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതൊന്നും അല്ല നമ്മളെ നിത്യതയെ കൊണ്ടെത്തിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഇതിനൊരു ആമേൻ പറയാമോ? ഇതിന് ആമേൻ പറഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാത്തിനും ആമേൻ പറയാൻ പറ്റും. ഇതിന് ആമേൻ പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആമേൻ പറയുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അയ്യോ, ചിലരൊക്കെ എന്നെ തുറിപ്പിച്ചു നോക്കുന്നു. ഞാൻ പൊക്കോളാം, ഇന്ന് രാത്രി തന്നെ പൊക്കോളാം. പക്ഷെ പറയാനുള്ളത് പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ദൈവാത്മാ ഇവിടെ പറയാനുള്ളത് തന്നിട്ടുണ്ട്, അത് ഇവിടെ പറയും. അത് ഏറ്റെടുത്താൽ ഇന്ന് രാത്രിയിൽ നിന്റെ വിഷൻ ഒന്ന് ചേഞ്ച് ആയാൽ, നീ കാണേണ്ടവനെ കാണേണ്ടതുപോലെ കണ്ടാൽ നിന്റെ ജീവിതത്തിന്റെ മാന്യതകൾക്കൊരു വലിയ മാറ്റം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നീ എന്തിനു പുറകെയാണോ ഇന്ന് ഓടുന്നത്, അതിന്റെ പുറകെ ഇനി മേലാൽ ഓടാതിരിക്കത്തക്കവണ്ണം നിന്റെ പുറകെ നന്മ വരാൻ തുടങ്ങുന്ന ഒരു സീസൺ നിന്റെ പുറകെ വരുന്നുണ്ടെന്ന്. ഇന്ന് നീ ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളെ ടൈം വെട്ടിക്കുറച്ചിട്ട് ദൈവരാജ്യത്തിനുള്ള ടൈം നീ കൂട്ടിയാൽ, സോദരം 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 ഞാൻ 7 സ്കൂളിൽ പഠിച്ചൊരു മിടുക്കനാ. അത്രയ്ക്കും എൻ്റെ അപ്പന് ട്രാൻസ്ഫർ ഇല്ലാതെ സ്കൂളിന് ട്രാൻസ്ഫർ മേടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇതൊരു ബിഗ് പ്ലാറ്റ്ഫോമാണ്. ഞാൻ പൗരുഷയിലും പറഞ്ഞിട്ടുണ്ട്, ഇതും ഒരു ബിഗ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഞാനത് പറയുക, എനിക്കത് പറയുന്നതിന് ലജ്ജയൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ചർച്ചിനകത്ത് കസേര ഇടും, ബാത്റൂം കഴുകും. എൻ്റെ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്നും ഇഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് പുറകിലുള്ള പണികളെല്ലാം ചെയ്യണം. ഞങ്ങളുടെ ചർച്ചിലുണ്ട് ഇതുപോലെ മീഡിയ ടീം, 22 പേരുള്ള ഒരു മീഡിയ ടീം ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് ഒരാളാണ് ജെറിൻ. ബാംഗ്ലൂരിൽ ക്രിസ്ത്യാനി പഠിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നിങ്ങനെ പെട്ടിരിക്കുക, പക്ഷെ മനസ്സ് മുഴുവൻ അവിടെ. സ്തോത്രം. കസേര ഇടുന്നതൊക്കെ ഭയങ്കര ആവേശമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആ കാര്യങ്ങളൊന്നും ഉഴപ്പിയിട്ടില്ല. ഏത് കാര്യം ഉഴപ്പിയാലും സഭയുടെ കാര്യങ്ങൾ ഉഴപ്പത്തില്ല. എല്ലാവരും കൂടെ ഉണ്ടോ? ഇന്നെല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പോയില്ലെങ്കിൽ സുനിൽ പാസ്റ്റർ എന്ത് പറയും, അല്ലെങ്കിൽ ഏറിയ പാസ്റ്റർ എന്ത് പറയും? ഇത് ചിന്തിച്ചുകൊണ്ട് ആരും അന്ന് മീറ്റിങ്ങിന് വരരുത്. കാരണം വന്നിട്ട് ഒരു കാര്യവുമില്ല. അന്ന് പറയുന്ന ആമേനെല്ലാം വട്ട പൂജ്യമാണ്. കാരണം വെല്ലോനും വേണ്ടിയല്ല നമ്മൾ വരുന്നത് കർത്താവിന് വേണ്ടിയാണ്. നമ്മൾ കൈയടിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. നമ്മൾ സ്തോത്രം പറയുന്നത് ദൈവത്തിന് വേണ്ടിയാ. നിന്റെ തീരുമാനം കണ്ടാ ദൈവം നിനക്ക് മറുപടി നൽകി തരുന്നത്. ആരെങ്കിലും കാണുമ്പോ ഒന്ന് കൈയടിച്ചേക്ക, ഒന്ന് സ്തോത്രം പറയാൻ വേണ്ട, ആ പരിപാടി അങ്ങ് നിർത്ത്. എന്നിട്ട് ഞാൻ സ്തോത്രം പറഞ്ഞാൽ എന്റെ ദൈവത്തിന് വേണ്ടി, ഞാൻ ഹല്ലേലൂയ പറഞ്ഞാൽ എന്റെ ദൈവത്തിന് വേണ്ടി. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്റെ ദൈവം എന്നെ ഉയർത്താൻ തുടങ്ങിയാൽ ആർക്ക് തടയാൻ പറ്റും? ഉയർത്താനുള്ള മാർഗമാ. സഭയിലാണെങ്കിൽ സഭയ്ക്കകത്ത് മുഴുവൻ പണിയും ചെയ്യണം. ഒറ്റയടിക്ക 100 വോൾട്ട് ബൾബ് 0 വോൾട്ടായി. സ്തോത്രം അങ്ങ് നിന്നുപോയി. അഷറിംഗ് ടീമിനകത്ത് അടുത്ത ആഴ്ച ആളെ വേണം, പാസ്റ്റർ അനൗൺസ് ചെയ്യും. ഞാൻ ഇന്നടത്തെ ഇന്നാറെ എൻ്റെ പിള്ളേരോ, അവന് MBBS ഇവിടുത്തെ കാര്യമല്ല, നിങ്ങൾ പേടിക്കണ്ട. അവന്റെ പഠിത്തമൊക്കെ അറിയാമോ പാസ്റ്ററിന്? അവൻ എത്രത്തോളം ഉയരത്തിലിരിക്കുന്ന ആളെന്ന് അറിയാമോ പാസ്റ്ററിന്? അറിയാം, പാസ്റ്ററിന് അറിയാം. കാരണം പാസ്റ്ററിന് മക്കൾ വളർന്നു വരുന്നുണ്ട്. പാസ്റ്ററിനും അറിയാത്തോണ്ടല്ല പിള്ളേരെ പിടിച്ച് ആലയത്തിൽ ഇട്ടത്. ആരുമില്ല എൻ്റെ കൂടെ. എടാ, പണിയില്ലാതിരിക്കുന്നവനല്ല ആലയത്തിൽ വന്ന് തൂക്കുന്നത്. പണി ഉള്ളവൻ വരണം ആദ്യം ആലയത്തിൽ. ഏത് പാസ്റ്റർ എവിടുന്ന് വന്നാലും ആ പാസ്റ്റർ മുമ്പിൽ വന്നിട്ട് തലേ കൈവെപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ല അനുഗ്രഹം. ചിലരുണ്ട് മീറ്റിംഗിൽ ലാസ്റ്റിലേ വന്നിരിക്കൂ, പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണും പാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ. 7 മണിയുടെ മീറ്റിങ്ങിന് 7:45 വരത്തുള്ളൂ, പക്ഷെ പ്രാർത്ഥിക്കാൻ 8:30 ആയാലും അവർ മുമ്പിൽ കാണും. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. ദൈവത്തിന്റെ കാര്യം ഉദാസീനതയോടെ ചെയ്യുന്നവൻ പറ. മീറ്റിങ്ങിനകത്ത് വരുന്ന കാര്യത്തിനകത്തും ഇത് ആപ്ലിക്കബിളാ. ഞാനൊരു സഭയിലാണെങ്കിൽ സഭയോട് കൂറുള്ളവനായിരിക്കണം, സഭയോട് ആത്മാർത്ഥതയുള്ളവനായിരിക്കണം. ഈ പ്രസംഗത്തിന്റെ പ്രശ്നം എന്താ അറിയോ? ഇത് ആക്ച്വലി പ്രസംഗിക്കേണ്ടത് സൺഡേയാ. ഇത് കേൾക്കുന്നത് ആരാന്നറിയോ? എല്ലാ മീറ്റിങ്ങിനും വരുന്നവരെ. ഇപ്പം സ്വോത്രം ചെറുക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സ്ഥിരം വരുന്നത് ഞങ്ങളെ ഇങ്ങനെ തല്ലാതെ. സ്വോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം ഗ്യാരണ്ടി പറയാം. ഇന്നിവിടെ വന്നവരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയാം. ലൈവിൽ കേൾക്കുന്ന സഭയിലെ വിശ്വാസികളുണ്ടെങ്കിൽ കേട്ടോട്ടെ. ബാക്കിയുള്ളവരോട് ഞാൻ ജോലിയുണ്ട്, അത്രയ്ക്ക് എമർജൻസി ഉണ്ട്, അവരെ എല്ലാം ഞാനങ്ങ് വിടുക.
നിങ്ങൾക്കൊന്നൊരു ഫീലിംഗ് എന്നോട് ഉണ്ടാകില്ല. നിങ്ങളെല്ലാം എനിക്ക് സ്നേഹമാണ്. പക്ഷെ അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗം ഞാൻ പറയാം. എല്ലാ തിരക്കുകളൊന്ന് മാറ്റി വെച്ച് ഇങ്ങി വന്ന ഈ 40 ദിവസം ഇവിടെ ഇരുന്ന നിങ്ങളുടെ വീട്ടിൽ വരേണ്ടതിൻ്റെ ദൈവം കൊണ്ട് തരും. അറിയാമോ എത്രയോ പേർക്ക് സ്വാതന്ത്ര്യമില്ലാതെ വീട്ടിനകത്ത് വാഷ്റൂമിനകത്ത് പോയി യൂട്യൂബിനകത്ത് ഹെഡ്ഫോൺ വെച്ചാ മീറ്റിംഗ് കേൾക്കുന്നതെന്ന്? നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പം നമ്മൾ പറയുന്ന ICU വന്നിട്ട് മതി പാസ്റ്ററേ, ഞാൻ അവിടെ കിടന്ന് ചാനലിനകത്തൂടെ TV ക്കകത്തൂടെ യൂട്യൂബിനകത്തൂടെ ബേഥേലേജ് കണ്ടോളാം. പിണങ്ങല്ലേ, ഇവിടുത്തെ ബേഥേലേജ് അല്ല, വേറെയാ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗം ഞാൻ പറയാം. ഇന്നിവിടെ വന്നവരോട് പ്രത്യേകിച്ച് ഞാൻ പറയാം, ഇവിടെ പല മിടുക്കന്മാരും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടായിട്ടൊന്നും വന്നതല്ല, ട്രാഫിക് ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ വന്നതല്ല. ട്രാഫിക്കിനെ അവഗണിച്ച്, വാഹന സൗകര്യത്തെ അവഗണിച്ച്, നിങ്ങൾക്കുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ അവഗണിച്ച്, അതിനെയെല്ലാം മറന്ന് നിങ്ങളുടെ വർക്കുകൾ പെൻഡിങ് ഇട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ, ഇവിടെ വന്നിരിക്കുന്നവരെക്കാളും കൂടുതൽ അനുഗ്രഹം, ഇവിടെ വന്നിരിക്കാത്തവരെക്കാൾ ഒരു പടിയും കൂടെ അനുഗ്രഹം, ഒരു എക്സ്ട്രാ എൻ്റെ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും മാത്രമല്ല, നിങ്ങളുടെ വരാൻ പോകുന്ന 4ാം തലമുറയ്ക്കും അനുഗ്രഹത്തിന് വാതിൽ എൻ്റെ ദൈവം തുറക്കും. ഇതാ ദൂത്, ഇതാ ദൂത്. വലുത് കേൾക്കാനേ വന്ന്, പക്ഷെ പിടിച്ചോ, നിന്റെ തലമുറയെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവം. ദൈവസന്നിധി വന്ന് മെനക്കെട്ടിരിക്കുക, തറയിലിരിക്കുക, അല്ലെ കസേരയിരിക്കുക, തുള്ളിച്ചാടുക, ആരാധിക്കുക. അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കാൻ പറയും, എന്തിനാണ് ഇവന് ഇത്രയും തുള്ളുന്നേ? എന്തിനാ ഇത്രയും തുള്ളുന്നത്? എന്തിനാച്ചാ ഇത്രയും ആരാധിക്കുന്നേ? ഇത്രയൊക്കെ വല്ലതും വേണോ? ഇത്രയൊക്കെ അങ്ങ് കൈയടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? സ്വോത്രം. എടാ, കെണ്ടയ്ക്ക് ചിക്കൻ കഴിക്കാൻ തന്നെ, KFC വാ തുറക്കാൻ തന്നെ കുഴപ്പമില്ല. ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കുമ്പോൾ ഇങ്ങോട്ട് അടിയറ എന്ന് പറയാനും കുഴപ്പമില്ല. വീട്ടിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുമ്പം അച്ഛനൊക്കെ മേളി സംസാരിക്കാൻ ഇവിടുത്തെ കാര്യമല്ല, കുഴപ്പമില്ല. പക്ഷെ സ്വോത്രം പറഞ്ഞ കണ്ടീഷനാ. എന്തിനാ വാസ ഇത്രയും വാ തുറക്കുന്നേ? ചരിത്രം പഠിച്ചോ? വാ തുറന്നവരെ തലമുറയുന്ന എവിടാ? സ്വോത്രം പറഞ്ഞ തലമുറയുന്ന എവിടാ? സർവ്വതും ത്യജിച്ചവന്റെ തലമുറയുന്ന എവിടാ? അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എടാ, അവരനുഗ്രഹിക്കപ്പെട്ടില്ല, പിന്നെ ആരനുഗ്രഹിക്കപ്പെടുക? പറ. അവര് സമൃദ്ധി അനുഭവിച്ചില്ലെങ്കിൽ ദേശത്ത് ക്ഷാമം വരുമ്പം യോസഫിന്റെ വീട്ടിൽ നന്മ വന്നേ പറ്റുവച്ച. സോദരം. ലോത്തും അബ്രഹാമും കൂടെ 2ആയിട്ട് പിരിഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, 12ാം അധ്യായത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 12 ദേശത്തിന് അവരുടെ നന്മ. നമ്മുടെ പഞ്ചായത്ത് പോയിട്ട് നമ്മുടെ വാർഡിന് പോലും നമ്മുടെ നന്മ നന്നായിട്ട് വഹിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ വീട്ടുകാർക്ക് വഹിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ദേശത്തിന് നന്മ വഹിക്കാൻ കഴിയാത്ത 2 പേരാണ് ലോത്തും അബ്രഹാമും. ഒട്ടും പിടിച്ചാൽ കിട്ടാത്തവരാ. പക്ഷെ അബ്രഹാം അവിടെ നിന്നിട്ട് പറഞ്ഞു, എടാ പൊന്നുമോനെ, നമ്മൾ കാരണം, നമ്മുടെ ദാസന്മാർ കാരണം നമ്മൾ പിണങ്ങി പിരിയുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ ഏതെങ്കിലും ഡയറക്ഷൻ നീ അങ്ങ് തിരഞ്ഞെടുത്തിട്ട് നീ അങ്ങ് എടുക്ക, നീ കൊണ്ടുപോകാനുള്ള എല്ലാം അങ്ങ് കൊണ്ടുപോകും. ഒരൊറ്റ കാരണം, അവൻ കാണേണ്ട കാഴ്ച കണ്ടതുകൊണ്ടാ. സ്വോത്രം. കാഴ്ച കാണേണ്ടത് കറക്റ്റായിട്ട് കണ്ട ഇവിടുത്തെ ഒന്നും വിഷയമല്ലച്ച. ഇവിടുത്തെ ഒന്നും വിഷയമല്ല ആൻറ്റി. ടോപ്പറാകണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. ടോപ്പർ ആയില്ലെങ്കിലും എനിക്കെന്നാ. ഇന്ന് എൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഇന്ന് ആസ്ബറി തിയോളജിക്കൽ സെമിനാരിയിൽ കെൻഡക്കി USA പ്രിയ ഫേബ ചേച്ചിയുടെ ഫാദറും ഉണ്ട്, KS അബ്രഹാം പാസ്റ്റർ. ഞങ്ങൾ ഒന്നിച്ച ചേച്ചി ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത്, എൻ്റെ ഫാദറിൻ്റെ ആദ്യ സമയങ്ങൾ മുതൽ ദീർഘവർഷങ്ങൾ സഭയുടെ അസോസിയേറ്റ് പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം ഞാനിവിടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊച്ചുമോനും കൂടെ ഇരുന്നുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പം. എന്ന് പറഞ്ഞാൽ മിടുക്കന്മാരൊക്കെ ഞായറാഴ്ച ചർച്ച വരാതിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പം
ഒരു മിടുക്കമില്ലാത്ത ഞാൻ ഇന്ന് ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുക സ്കോളർഷിപ്പിൽ. നിങ്ങൾ ആര് സ്വോത്രം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്വോത്രം പറയും. കാരണം ഇത് എൻ്റെ സാക്ഷ്യമാണ്, ഇതെൻ്റെ ടെസ്റ്റിമണിയാണ്. 20 പേര് പഠിക്കുന്നത് ബാംഗ്ലൂരിലാണല്ലോ, സാക്സ് ത്രൂവാ ഞാൻ ആസ്പത്രി പഠിക്കുന്നത്. 20 പേര് പഠിക്കുന്ന ക്ലാസ്സിൽ 20 പേര് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ആയ ആ ബാച്ചിനകത്ത് 20ാമത്തെ ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എല്ലാവരും സെലക്റ്റഡായി, എല്ലാവരും മിടുക്കന്മാരായി. എനിക്ക് അഡ്മിഷൻ ഇല്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഞാൻ BD കഴിഞ്ഞപ്പം ഞാൻ ആദ്യം BSW ആയിരുന്നു, ബാച്ചിലർ സോഷ്യൽ വർക്ക്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതെൻ്റെ ലാസ്റ്റ് പഠനമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇനി MSW പഠിക്കണമെങ്കിൽ കാനഡയിൽ പോകണം. അപ്പോൾ കാനഡയിലോട്ട് പോകാൻ വേണ്ടി ബി ഗുഡ് മാവേലിക്കരെ പോയി IELTS-ഉം TOEFL-ഉം ഒക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. കാരണം എൻ്റെ പിതാവിന് ഭയങ്കര നെഞ്ചിന് വേനയാണ് ഞാൻ വെളിയിലോട്ട് പോകുന്നെന്ന് കേൾക്കുമ്പോൾ. കാരണം ഞാൻ അടുത്ത് വേണം. ഞാൻ അങ്ങനെ ആ പഠനം ഉപേക്ഷിച്ചു. ഞാൻ മറന്നു, പക്ഷെ എൻ്റെ ദൈവം മറന്നില്ല. ഞാനത് കഴിഞ്ഞ് ദൈവം എന്നെ വിളിച്ചു. ഞാൻ BD പഠിച്ചു, ബാച്ചുലർ ഓഫ് ഡിവിനിറ്റി. അത് കഴിഞ്ഞ് ദൈവം എന്നെ നിർബന്ധിച്ച് MDH സാക്സി കൊണ്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത് ലാസ്റ്റാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദാണ്ട്ര വീട്ടിലോട്ട് കയറി വരുന്നു ഡോക്ടറേറ്റ്. ആരുമില്ല എൻ്റെ കൂടെ. എടാ നീ മെനക്കെട്ട് 10 ഇടത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനൊക്കെ നല്ലതല്ലേ? എല്ലാവരുടെയും ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് 20ാമത്തെ ആളെ മാറ്റി വെച്ച ദൈവം നിന്നെ വീട്ടിൽ വന്നൊരു അഡ്മിഷൻ തരുന്നേ. ഇന്ന് ആരെങ്കിലും സ്റ്റഡിയെക്കുറിച്ച് ഓവറായിട്ട് വറി ചെയ്യുന്നവരുണ്ടെങ്കിൽ, പഠനത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരെത്തും പിടിയും ജോലിയെക്കുറിച്ച് മാസങ്ങളായി മാസ്റ്ററെ ഒറ്റ കാര്യങ്ങൾ ചെയ്യും, ആലയത്തിൽ വന്നിരിക്കും. എല്ലാം നിങ്ങൾ എല്ലാം മറക്ക്. എന്നിട്ട് ആലയത്തിൽ വന്നിട്ട് പറയും അപ്പ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. ഡയറക്ഷൻ മാറ്റിപ്പിടി, റൂട്ട് മാറ്റിപ്പിടി. ജോലിക്ക് വേണ്ടിയല്ല ദൈവമുണ്ടെങ്കിൽ നിനക്ക് ജോലി ഉണ്ട്. നീ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? നീ ആ പ്രാർത്ഥന ഒന്ന് മാറ്റി വെച്ചിട്ട് നീ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചാൽ ഞാൻ കസേരയിട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കസേരയിട്ട് കൊടുക്കുക. ഞാനതെല്ലാം ഇട്ട് കൊടുത്തപ്പം ദൈവം അന്നേ തീരുമാനിച്ചു എനിക്കുള്ള കസേര. ആലയത്തിൽ വന്ന് പണിയെടുത്താൽ ഗ്യാരണ്ടി ഞാൻ തരാം, നിങ്ങളുടെ ഉയർച്ച ഉറപ്പാ. ഒരു കണ്ണിനും ഒരു പോരിനും ഒരസൂയയ്ക്കും നിന്റെ വഴിയെ തടയാൻ കഴിയത്തില്ല. കാരണം നിനക്ക് വേണ്ടി ഇടപെടുന്നത് എൻ്റെ സ്വർഗത്തിലെ ദൈവമാണ്. അബ്രഹാം ലോത്തോടെ തമ്മി പിരിയുമ്പം നീ ഇഷ്ടമുള്ളിടത്തോട്ട് പൊക്കോടാന്ന് പറഞ്ഞപ്പം എന്താ അവിടെ സംഭവിച്ചേ? ലോത്ത് നല്ല നീരോട്ടമുള്ള സ്ഥലം നോക്കി അങ്ങ് സെലക്ട് ചെയ്തു. അബ്രഹാം ചെന്നിട്ട് അവിടെ കുനിഞ്ഞിരുന്നു, കർത്താവേ അവൻ കൊണ്ടുപോയല്ലോ എൻ്റെ സഹോദരനാ, പക്ഷെ ഞാൻ ശൂന്യമായി പോയി. എങ്കിലും കുഴപ്പമില്ല, അവൻ ശബ്ദം കേൾക്കാതെ ഇറങ്ങി, അവൻ എൻ്റെ പുറകെയാ വന്നേ, പക്ഷെ ഞാൻ ശബ്ദം കേട്ടല്ലേ ഇറങ്ങി. പെന്തക്കോസിന് 4ാം തലമുറയായിട്ട് കാര്യമില്ല, ശബ്ദം കേൾക്കണം. മക്കളൊക്കെ കേൾക്കുന്നുണ്ടോ എന്നെ? ഡാഡി മമ്മിയും പെന്തക്കോസ്, സോ ഓൾസോ ഐ ആം. No. You should know this Jesus. You should experience this Jesus. യേശുവിനെ അനുഭവിക്കണം. യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങിയാൽ, യേശു ഒരു അനുഭവമായി മാറിയാൽ, പിന്നെ ആരൊക്കെ കൈവിട്ടാലും യേശു നിന്റെ കൂടെ കാണും. അപ്പൻ്റെ അമ്മയുടെ അനുഭവം പറയുന്നത് നല്ലതാ, അതിനകത്തും പോസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. പൊങ്ങച്ചൊക്കെ പറഞ്ഞു, വല്യപ്പൻ്റെ പേരൊക്കെ പറഞ്ഞ് PM തോമസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിട്ടു. പക്ഷെ അത് പറയുമ്പോൾ കൊച്ചുമോനെ നിനക്ക് വല്ലതും ഉണ്ടോടോ പറയാൻ? ചില സാക്ഷ്യം, എൻ്റെ വല്യപ്പൻ ഭർത്താവിനോട് സേവിച്ചതിൻ്റെ നന്മയാ. നീ സേവിച്ചതിൻ്റെ വല്ലതും ഉണ്ടോ നിന്റെ കൊച്ചിന് കൊടുക്കാൻ? നീ സേവിച്ചതിൻ്റെ ബെൻസ് കിട്ടിയതല്ല ഈ ചോദിക്കുന്നേ. കൃപ എന്തേലും ഉണ്ടോ കൊടുക്കാൻ? ഒരു കാത്തിരിപ്പ് വെച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടൊരു മീറ്റിംഗ് വെച്ചാൽ അതിനകത്ത് ഇരിക്കാൻ സമയമുണ്ടോ? അതിനകത്ത് മക്കളെ ഇരുത്താൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മക്കൾ കൈവെട്ടി പോയിട്ട് വന്നിട്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, നോ, റിസൾട്ട് ഉണ്ടാകത്തില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ചില ദൂത് പറയുമ്പോൾ കയ്യടി വരും, ചില ദൂത് വരുമ്പോൾ കയ്യടി വരത്തില്ല. കാരണം അത് ഹൃദയത്തിനകത്തോട്ട് കയറിയാൽ മതി. എത്ര വലിയ ബോർഡാണെങ്കിലും
എത്ര വലിയ മെഡിക്കൽ എക്സാം ആണെങ്കിലും എത്ര വലിയ സംഭവമാണെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് ഉപദേശിമാരുടെ മുമ്പിലോട്ട് വരില്ല. കാരണം ഉപദേശിമാർക്കറിയാം ഇതിനേക്കാൾ വലുതാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് എക്സ്ക്യൂസ് പറയുന്നത് ആരോടാന്ന് ചിന്തിച്ച് വേണം പറയാൻ. ദൈവത്തിന് മുമ്പിൽ എക്സ്ക്യൂസ് ഇല്ല. ദൈവത്തിന് മുമ്പിൽ ഒറ്റ കാര്യമുള്ളൂ, സമയം മെനക്കെടുത്താനുണ്ടോ, ഇരിക്കാൻ സമയമുണ്ടോ, മെനക്കെടാൻ സമയമുണ്ടോ, വണ്ടി ഒന്ന് 10 പേർക്ക് തുറന്നു കൊടുക്കാൻ സമയമുണ്ടോ, ഒന്ന് ഓടാൻ സമയമുണ്ടോ, ഒന്ന് അധ്വാനിക്കാൻ സമയമുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ സമയമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ലുധിയ ഇവിടെ ചെയ്തത് എന്താണെന്നറിയാമോ? അവിടെ വീടൊക്കെ തുറന്നു കൊടുത്തു. വലിയ സംഭവം ഒന്നും ചെയ്തില്ല അച്ഛാ ലുധിയ ആരോടും പ്രസംഗിക്കാനൊന്നും പോയില്ല. ലുധിയ ചെയ്തൊരു ഒറ്റ കാര്യമാ, വീടിന് കവാടം തുറന്നു കൊടുത്തു. ഒരു ഉണർവിന് വേണ്ടി കൊതിക്കുന്നെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് മനസ്സ് തുറക്കണം. 40-ാമത്തൊരു വിടുതൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മനസ്സ് തുറക്കണം. മനസ്സ് തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? പേഴ്സ് തുറക്കും. മനസ്സ് തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? സമയം കിട്ടും. മനസ്സ് തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീട് തുറക്കും, വണ്ടി തുറക്കും, ബെഡ്റൂം തുറക്കും. സ്വതന്ത്രം. ജാർഖണ്ഡിൽ റാഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ധോനിയുടെ സിറ്റി, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ധോനിയുടെ സിറ്റിയിൽ അവിടുന്ന് മാറി ഒരു 150 കിലോമീറ്റർ മാറി കോൺസ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നു. ഒരു ഇന്ത്യയിലൊരു ഗ്രാമമാണ്, കൺവെൻഷന് പ്രസംഗിക്കാൻ പോയതാണ്. ഇന്ത്യയിലെ ഗ്രാമത്തിൽ ഞാൻ അവിടെ ചെന്ന് ആ ഗ്രാമത്തിനകത്തോട് ചെന്ന് പ്രവേശിച്ചു. രാത്രി കിടന്ന് ഉറങ്ങുന്ന വീട്, ആദ്യത്തെ മുറി എരുത്തില എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പശുവൊക്കെ കിടക്കുന്ന വളരെ മനോഹരമായ സ്ഥലം. എരുത്തിലെ തൊട്ടപ്പുറത്തെ ബെഡ്റൂമാണ് എൻ്റെ ബെഡ്റൂം. മണ്ണും ചാണകം കൂടെ കുഴച്ചുണ്ടാക്കിയ വീട്, കൈ കൊണ്ട് അവരുണ്ടാക്കിയ ഓട്. എരുത്തിലെ വാതിക്ക് ഇങ്ങനെ 3 കമ്പ് പണ്ടിങ്ങനെ വെക്കുമായിരുന്നു. അതുപോലെ ഈ ഗ്രാമത്തിൽ ഒരു 8 വീടുണ്ട്, മുറിയുണ്ട്. ആ 8 മുറിക്കൂടെ ചേർത്തുകൊണ്ടുള്ള ഒറ്റ റൗണ്ട് അവരൊരു മുറ്റം പോലെ ഉണ്ട് നടുക്ക്. അതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള 3 കമ്പുണ്ട്. പശുവൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു വലിയ ക്രോസ് കൂടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2ാമത്തെ ബെഡ്റൂമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ ബെഡ്റൂമിനകത്ത് ഞാൻ കയറിയപ്പോൾ സൈഡിൽ കുറച്ച് തുണി കിടപ്പുണ്ട്, ഒരു മൂലയ്ക്ക് കുറച്ച് അടുപ്പിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയുടെ മാസ്റ്റർ ബെഡ്റൂം അല്ല, ഒരു ഫാമിലിയുടെ വീടാണ് ഞാൻ കിടക്കുന്ന മുറി. എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? ആ മുറിക്കകത്ത് ഞാൻ രാത്രി കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവർ സ്ലീപ്പിംഗ് ബാഗ് കരുതിയിട്ടുണ്ടായിരുന്നു സിറ്റിയിൽ നിന്ന്. അപ്പം ഞാൻ അതിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, രാവിലെ എഴുന്നിട്ട് പറഞ്ഞു, പക്ഷേ ഇവിടെ പാമ്പിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്, കട്ടിലില്ല, തറയിലാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞത് നന്നായി, അല്ല രാത്രി മുഴുവൻ ഞാൻ എഴുന്നേറ്റിരുന്നേന്. ഞാൻ രാത്രിയിൽ അവിടെ കിടന്നു, സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ വെളുപ്പിൽ 2:30-3 മണിയായപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നി. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ ഈ കമ്പിൻ്റെ മണ്ടക്കൂടെ ചാടി ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പം മരത്തിന് കീഴെ ഒരു കുടുംബം കിടന്നുറങ്ങുക. ഒരു അപ്പനും അമ്മയും 3-4 കൊച്ചു പിള്ളേരും. ഇന്നും എനിക്കത് പറയുമ്പോൾ സങ്കടമാണ്. ഞാൻ 2 ജാക്കറ്റിൻ്റെ അകത്ത് ഒരു സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാണ് കിടക്കുന്നത്. എനിക്ക് തണുപ്പ് സഹിക്കാൻ മേല. പക്ഷെ ആ ഗ്രാമത്തിൽ ചെന്നപ്പം ആ ഗ്രാമത്തിലെ ഒരു കുടുംബം അവിടെ വന്ന ശുശ്രൂഷകനെ ഒന്ന് കൈത്താങ്ങാനായിട്ട് അവർ കുടുംബമായിട്ടൊരു മരത്തിൻ്റെ കീഴെ പോയി കിടന്നുറങ്ങുക. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പിള്ളേർ, ഒരു ടീഷർട്ട് സ്വന്തമായിട്ട് ഇടാനില്ല. നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? നമ്മൾ ഏത് ആത്മീകമാണ് നമ്മൾ ഈ പറയുന്നേ? നമ്മൾ എന്ത് ക്രിസ്ത്യാനിറ്റിയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നേ? നമ്മൾ എന്ത് ആത്മീകതയാണ് നമ്മൾ മുന്നോട്ട് പറയുന്നേ? നമ്മുടെ ഒരു ചീപ്പ് ആരെങ്കിലും എടുത്താൽ വി വിൽ ബി ഒഫൻഡഡ്. നമ്മുടെ ബെഡ്റൂമിൽ ആരെങ്കിലും കയറിയാൽ വി വിൽ ബി ഒഫൻഡഡ്. നമ്മുടെ വണ്ടിയിൽ ആരെങ്കിലും കയറിയാൽ നമ്മൾ പ്രാർത്ഥിച്ചൊരു കാലത്ത്, കർത്താവേ എനിക്കൊരു വണ്ടിയില്ല, ചർച്ചിൽ പോകണം, ഒത്തിരി പേര് എനിക്ക് കൊണ്ടുപോകണം. കർത്താവ് പ്രാർത്ഥന കേട്ടു, വണ്ടി അങ്ങ് തന്നു. എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? വണ്ടി തന്നു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രാർത്ഥന, കർത്താവേ വണ്ടിയിൽ ഇന്നടത്തെ അമ്മാമ്മ കയറി ആകെ ചള്ളയായി, ആരെ കയറ്റാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. വണ്ടി ദൈവം തന്നു, വീട് ദൈവം തന്നു, ചോദിച്ചതിലും നനച്ചതിലും ബാക്കി അറിയാലോ അല്ലേ? അത്യന്തപരമായി ദൈവം നടത്തി. എനിക്ക് എം എ വർഗീസ് പാസ്റ്റിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള അളിയനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഞാനിവിടെ വന്ന് കണ്ടിട്ടുള്ളതുമായ സാക്ഷ്യം, അവരുടെ ജീവിത രീതിയാണ്, അവരുടെ ജീവിത ശൈലിയാണ്. എങ്ങനെയും ജീവിക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ടായി സഭ വളർത്തപ്പെടുന്നത്.
ഏതൊക്കെ വിമർശനത്തിലൂടെ പോയാലും, ഏതൊക്കെ തകർച്ചയുടെ വാതിലിൽ കൂടെ അവർ കടന്നു പോയാലും, പെരുവെള്ളം മുക്കിക്കളയുമ്പോൾ തോന്നിയാലും മുക്കാൻ പറ്റത്തില്ല. കാരണം അവർ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാ. വില കൊടുക്കുന്നവനെ കണ്ടിട്ട് കുശുമ്പടിച്ചിട്ട് കാര്യമില്ല. വില കൊടുക്കുന്നവനെ കണ്ടിട്ട് നുണയും കൊതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛാ, ദൈവത്തിന്റെ പുതപ്പ് വീണവനെ ദൈവം ഉപയോഗിച്ചിരിക്കും. കാരണം പുതപ്പിട്ടത് തമ്പുരാനാ. പുതപ്പ് വീണത് മനുഷ്യനിൽ നിന്നാണെങ്കിൽ പേടിച്ചാ മതി. സോദരം സോദരം അപ്പൊ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വീട് തുറന്നു കൊടുക്കണം. ലുദിയെ വിട്ടേച്ച് നിങ്ങളുടെ സീനിയർ പാസ്റ്ററിനെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി, ആ കുടുംബത്തെ കണ്ടുപിടിച്ചാൽ മതി. അവർ എന്തു തുറന്നു കൊടുത്തോ ആ തുറന്നു കൊടുത്തതിനകത്ത് 10,000-കണക്കിന് ആളുകൾ സഭയെ വന്നു. കണ്ടീഷൻ വെച്ചിട്ട് ദൈവത്തെ സേവിക്കാൻ നിൽക്കരുത്. നിന്റെ രാജ്യം വളരും, ദൈവരാജ്യം വളരത്തില്ല. ദൈവരാജ്യം വളരണോ? കണ്ടീഷനല്ല മാറ്റിവെക്ക അച്ചായ, കണ്ടീഷനല്ല മാറ്റിവെക്ക അമ്മാമേ. കാരണം ഇത് അന്ത്യകാലമാ. അന്ത്യകാലത്ത് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പം അതിനനുസരിച്ച് കൂടെ നിന്നാൽ, അതനുസരിച്ച് എൻ്റെ നന്മ ഞാൻ വലിച്ചെറിഞ്ഞ ഞാൻ ഉണർവിൻ്റെ ഭാഗമാകും. സ്വതന്ത്രം. അപ്പം 40 ദിവസത്തെ റിവൈവലിനകത്ത് എന്ത് സംഭവിക്കണം? എൻ്റെ ആന്തരികമായ സൗന്ദര്യത്തിനൊരു മാറ്റം ഉണ്ടാകണം. എൻ്റെ അകത്തെ മനുഷ്യനൊരു മാറ്റം ഉണ്ടാകണം. ഉപരിവിപ്ലവ തലത്തിൽ ഒരു കയ്യടി, സ്തോത്രം, ഹല്ലേലിയും ഒക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ കണ്ടീഷൻ, ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ജയ്പൂരിലുള്ളൊരു ദൈവദാസൻ പാസ്റ്റർ വൈ യോഹനൻ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പ്രസംഗിച്ചു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ആവേശമായി. എനിക്ക് നോർത്ത് ഇന്ത്യ പോകണം. അങ്ങനെ എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ആദ്യത്തെ ദർശനം എൻ്റെ അകത്ത് വീഴുന്നു. ഇതേപോലെ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പ്രസംഗിച്ചു, പറഞ്ഞു നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ആളെ വേണം. ഒത്തിരി അനുഭവങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എന്നെയും കൂടെ കൊണ്ടുപോകണം. 10ാം ക്ലാസ്സിലാണേ. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു എന്നെ വിടണം. അവർ പറഞ്ഞു വിടാം. പാസ്റ്റർ പറഞ്ഞു പോര് മോനെ. ഞാൻ ട്രെയിൻ കയറി രാജസ്ഥാനിൽ പോയി 10ാം ക്ലാസ്സിൻ്റെ അവധിക്ക്. അപ്പം നമുക്ക് മലേഷ്യ, സിംഗപ്പൂർ, നമുക്ക് പല രാജ്യങ്ങളൊക്കെയാണ് ഇഷ്ടം അല്ലേ? അവധി കിട്ടിയാലുണ്ട് നമുക്ക് ട്രക്കിങ് പോകണം അല്ലേ? നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം. എത്ര ഡെസ്റ്റിനേഷനാ ഇവിടെ. ഒരു ഡെസ്റ്റിനേഷൻ ജാർഖണ്ഡ് പിടി, ഒരു ഡെസ്റ്റിനേഷൻ മഹാരാഷ്ട്ര പിടി, ഒരു ഡെസ്റ്റിനേഷൻ ഒറീസ പിടി. ഇത്രയും നന്മ ദൈവം തന്നില്ലേ? ഒരു 5 ദിവസം, ഒരു 2 ദിവസം കർത്താവിന് വേണ്ടി ഒരു ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? സ്വോത്രം. ഇതിനൊക്കെ ആമയം പറയുമെന്ന് ഞാൻ വിചാരിച്ചേ. സ്വോത്രം. എങ്ങും പോയില്ലേലും ഈ ബാംഗ്ലൂരിലുള്ള പല ഗള്ളികളിലേക്ക് ഞാൻ അങ്ങ് കയറും ട്രാക്റ്റും കൊണ്ട്. തീരുമാനിക്കാവോ? ജാഗരിക്ക കർത്താവേ, അന്നാക്കളെ തറ. എടാ, വീട്ടിൽ വന്ന് 2 പ്രാവശ്യം നീ പച്ചവെള്ളം കൊടുത്തില്ലല്ലോ. നീ ജാഗരിച്ചതിന് വന്നതാ, നീ പ്രാർത്ഥിച്ചപ്പോൾ വന്നതാ. അതല്ലേ കർത്താവേ? അങ്ങനെയുള്ളവരല്ല. അയ്യോ, പിന്നെ അങ്ങനെയുള്ളവരാ? പ്രാർത്ഥന ജൽപ്പനങ്ങളായി പോകരുത്. പ്രാർത്ഥനയിൽ വല്ലതും കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അവർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയെല്ലാം അടച്ചുപൂട്ടി വെച്ചിട്ട് ദൈവം കാണുന്ന പ്രാർത്ഥന, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. എനിക്കറിയാം, ഞാൻ സാധാരണ ശുശ്രൂഷിക്കുന്നതല്ല പോകുന്നത്. ശാന്തമായ വേറെ നിലയിലാണ് ദൈവാത്മാവിനെ നയിക്കുന്നത്. എനിക്കറിയാം ഇത് തമ്പുരാൻ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എല്ലാം ഒന്ന് റീഡിഫൈൻ ചെയ്യണം. ഇവിടെ പോകുന്ന തെറ്റാന്ന് പറയാനല്ല ഞാൻ വന്നത്, പക്ഷേ എനിക്കൊരു നിയോഗമുണ്ട് ഇതിവിടെ പറയാൻ. അതിനകത്ത് ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക. അത് ഏറ്റെടുത്താൽ നിന്റെ കുടുംബത്തിന് നാളുകളായി നീ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ശാപത്തിന്റെ കെട്ടിനെ ദൈവം പൊട്ടിക്കും. സ്വോത്രം. അപ്പൊ പ്രാർത്ഥിക്കുമ്പം യഥാർത്ഥമായ ട്രാക്കിൽ കയറി പ്രാർത്ഥിക്കുക. കുടുംബത്തിനകത്ത് വിടുതൽ നടക്കുന്നത് നീ കാണും. അത്ഭുതങ്ങളെ, വഴികളെ ദൈവം തുറക്കും. കുടുംബത്തിലേക്കും ദൈവം നന്മയെ കൊണ്ടെത്തിക്കും.
അപ്പൊ ഈ ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളും ഒക്കെ കണ്ട് അതൊരു ഡെസ്റ്റിനേഷൻ ആക്കി നീ പ്രാർത്ഥിച്ചാൽ, അവിടേക്ക് ഒന്ന് പോകാൻ 2 ദിവസം നീ ഒന്ന് മെനക്കെടാൻ നീ തയ്യാറായാൽ, അതിൻ്റെ വഴിയേയും അതിൻ്റെ വാതിലേയും അതിൻ്റെ സാമ്പത്തികത്തെയും ദൈവം ഒരുക്കും. സത്യം സത്യം. നീ എല്ലാ കാര്യത്തിലും ശൂന്യതയാണെങ്കിൽ ഒരു മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തോ, അതിന് വേണ്ട വഴി നന്മ വീട്ടിൽ വരും. സ്വോത്രം സ്വോത്രം. തുറക്കട്ടെ. മിഷൻ ഇതിനകത്ത് അങ്ങ് തുറക്കട്ടെ. ഇത് ബാംഗ്ലൂരിൽ ഒതുങ്ങുന്ന സഭയല്ല പാസ്റ്ററെ, ഇത് ഇന്ത്യയെ വിഴുങ്ങുന്ന സഭയാ. ഈ സഭയുടെ ദർശനം ചെറുതൊന്നുമല്ല, ഈ സഭയുടെ ദർശനം വലുതാ. അതിന്റെ പരിസമാപ്തിയിലേക്ക് ബന്ധപ്പെടുമ്പം ഇതിനകത്തുനിന്ന് ചിലരെ ദൈവം പുറത്തെടുക്കുന്ന സമയമാ. ഭ്രാന്ത് പിടിച്ച എന്നോട് ദൈവം അങ്ങനെ പറയാ, വട്ട് പിടിച്ച ചില ചെറുപ്പക്കാരെ ദൈവം തരും പാസ്റ്ററെ. എന്നോട് പറ പാസ്റ്ററെ, ഞാൻ ചെയ്യാം, കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ, തിമോത്തിയോസിനെ പോലെ സഭയ്ക്ക് വേണ്ടി വില കൊടുക്കുന്ന കുറച്ച് പേര്, എല്ലാം വലിച്ചെറിയാൻ തയ്യാറായ ഹൈലി പ്രൊഫഷണലായ ചിലരെ ദൈവം ഈ സഭയ്ക്കകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന സമയമാണ്. സ്വോത്രം. അങ്ങനെ ഞാൻ ജയ്പൂർ രാജസ്ഥാനിൽ ചെല്ലുക. അദ്ദേഹത്തിനെ 1 മാസം അവിടെ മിഷൻ ട്രിപ്പിൽ കൊണ്ടുപോയി. ജോധ്പൂർ, ബാഡ്മീർ, ബസൽമീർ, പൊക്രാൻ, ഒത്തിരി സ്ഥലങ്ങളിൽ പോയി. എൻ്റെ ആദ്യത്തെ മിഷൻ ട്രിപ്പ്, ആദ്യത്തെ ഗ്രാമം. ഞാനൊരു ഗ്രാമത്തിൽ ചെന്നു. അദ്ദേഹം ചിലപ്പോൾ ഈ ലൈവ് പിന്നെ കേൾക്കുമായിരിക്കും, ഇപ്പം കേൾക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാനുള്ളൂ മലയാളി. വണ്ടിക്കകത്ത് വേറൊരു ദൈവദാസനും ഉണ്ട്, അദ്ദേഹം മലയാളിയല്ല. ഡെസേർട്ട് ഡ്രൈവ്, നിങ്ങൾ ഈ ട്രക്കിങ്ങോ ഡെസേർട്ട് ഡ്രൈവോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൂടെ വന്നാൽ മതി. അല്ലെങ്കിൽ സഭയ്ക്ക് ഇഷ്ടം പോലെ മിഷൻ ഉണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് പോയാൽ മതി. ട്രക്കിങ് നടക്കും, സുവിശേഷ വേലയും നടക്കും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാണാൻ പറ്റും. എന്താ ദൈവം ചെയ്യുന്നതെന്നുള്ളത് അടുത്തറിയാൻ പറ്റും. അടുത്ത് ദൈവത്തെ അനുഭവിക്കണോ, വിട്ടുപോ, കർത്താവിന് വേണ്ടി അങ്ങ് ഇറങ്ങ. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും സാധാരണക്കാരല്ല, നമ്മളൊന്നും കൊച്ചു പുള്ളികളല്ല. ഞാൻ വിചാരിച്ചാലും 10 ആത്മാക്കൾ വരും. ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഞാനൊരു കൊച്ചു സാധാരണക്കാരനാണ്. നല്ല കുഞ്ഞ്, നീ ഒന്നും സാധാരണക്കാരിയല്ല. നിന്റെ അകത്ത് ഇന്ന് ദൈവം ഇടുന്ന വിദ്യാഭ്യാസത്തിന് പോലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യെസ്, ഐ ബിലീവ് ദാറ്റ്. ഞാൻ BSW പഠിക്കാൻ പോയത് എൻ്റെ ചോയ്സാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ സുവിശേഷ വേല ചെയ്യുമ്പോഴെനിക്ക് മനസ്സിലായത്, ഞാൻ ഉപദേശിയുടെ മോനായതുകൊണ്ട് തന്നെ ഒരിക്കലും ഉപദേശിയാകാൻ തീരുമാനിച്ച ആളല്ല. ഈ പരിപാടി ഏറ്റവും കൂടുതൽ വെറുത്ത ആളാണ്. ഒത്തിരി ഉപദേശം മക്കളും എന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ സാക്ഷ്യത്തോട് ചേർന്നവർ അമ്മയും പറയും. എന്നിട്ട് ഞാൻ ഉപദേശിയായി മാറിയെങ്കിൽ എൻ്റെ തമ്പുരാൻ എന്നെ പിടിച്ചിട്ടുണ്ട്, അല്ല വേറെ പണിക്ക് പോയേന്. ഈ പണിക്ക് ഇറങ്ങിയാൽ ഇത് മനുഷ്യരെ പിടിക്കുന്ന പണി തന്നെ. അതിനകത്ത് നോ കോംപ്രമൈസ്. അത് വിട്ടേച്ച് വേറൊരു പരിപാടിയില്ല. അത് കളഞ്ഞിട്ട് വേറൊരു നന്മയും വേണ്ട. അതിന് വേണ്ട നൂതനമായ ആശയങ്ങൾ ദൈവം അകത്ത് തരുമ്പം, ദൈവദാസന്മാർക്ക് കൊടുക്കുമ്പം അതിനോട് ചേർന്ന് നിന്നാൽ, അതിനെ ഒന്ന് കൈ താങ്ങിയാൽ, മോശയുടെ കൈ താങ്ങിയതുപോലെ ഒന്ന് കൈ താങ്ങിയാൽ ജയം നമുക്കാ. എനിക്കറിയാം ഇന്ന് ഇതിനകത്തുനിന്ന് ചിലരെ ദൈവാത്മാവ് ചില രാജ്യങ്ങളിൽ എഴുന്നേൽപ്പിക്കുക. ദൈവപ്രവൃത്തി ബാഹ്യമായി കണ്ണുകൊണ്ട് കാണുന്നൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ആന്തരികമായും ദൈവം ചില മിഷണറിമാരെ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നത് എനിക്ക് ആത്മാവിൽ ഈ പുൾപിറ്റ് നിൽക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. സോദരം. ഞാൻ അങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അന്ന് ഗുഡ് സമരിറ്റന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് പൗച്ചുണ്ട്, ഗിഫ്റ്റ് പാക്കറ്റുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഗ്രാമത്തിൽ പോകുന്നു. അപ്പോൾ ഗ്രാമത്തിൽ ചെന്നു, ഞങ്ങൾ ഓരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ അൺവീൽ ചെയ്യുക. അപ്പോൾ ഇദ്ദേഹം പാട്ടൊക്കെ പഠിപ്പിക്കും. സീനിയർ ദേവദാസനാണ്. 10 65 70 വയസ്സ് കാണും അദ്ദേഹത്തിന്. അദ്ദേഹം പാട്ടൊക്കെ പഠിപ്പിച്ച് പിള്ളേരെയൊക്കെ അട്രാക്ട് ചെയ്യും. ആദ്യം ചെല്ലുന്ന ഗ്രാമങ്ങൾ ഡെസേർട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബൊളോറോ കാല 4 വീൽ ഡ്രൈവാണ്. ഏത് ഗ്രാമത്തിലും ഇറങ്ങിച്ചെല്ലും, ഏത് മണ്ണിനകത്ത്. അപ്പം നിങ്ങൾ വിളിക്കും ദുബായ് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, രാജസ്ഥാനിലും പോയാൽ മതി, ഇത് കിട്ടും. ദുബായിക്ക് വേണ്ടി ഇനി അടുത്ത ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ രാജസ്ഥാനിൽ പോക്കോ, നിങ്ങൾക്ക് വീൽ ചെയ്യാൻ വേണ്ടി വട്ടം കറക്കാം, സുവിശേഷം അറിയിക്കാം. സ്തോത്രം. ഗ്രാമത്തിൽ ചെന്നു. ഞാൻ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പം
കയറ് കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിൽ. ആ കട്ടിൽ അവിടെ ഉണ്ട്. കുറേ ഹട്ടുകളുണ്ട്. അതിനകത്ത് ഞങ്ങൾ എൻ്റെ കൂടെ പോയിരുന്നു. കുറേ പാട്ടൊക്കെ പഠിച്ച് പിള്ളേരെല്ലാം വന്നപ്പം തലയെക്കൊട്ടുള്ള അപ്പച്ചന്മാരെല്ലാം വന്നു, അമ്മച്ചമാരെല്ലാം വന്നു. എല്ലാവരും വട്ടത്തിൽ വന്നിക്കുക. ഇദ്ദേഹം സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ 2 ഗ്ലാസ് വെള്ളം കൊണ്ട് വന്നു. സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് ആ മരുഭൂമിയുടെ ഗ്രാമത്തിന് പ്രത്യേകത, അവിടെ പാത്രം കഴുകുന്നത് വെള്ളം കൊണ്ടല്ല, മണ്ണും കൊണ്ടാണ്. വെട്ടിത്തിളങ്ങും പാത്രം. രാജസ്ഥാനിലുള്ളവരെല്ലാം ഉണ്ടോ ഇവിടെ? ഗ്രാമങ്ങളിൽ പോയിട്ടുള്ളവർ? 1-2 കൈകളുണ്ട്. വെട്ടിത്തിളങ്ങും പാത്രം. ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഈ ഐഫോണും ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഇതാ ടെക്നോളജി. അവിടെ ടെക്നോളജി ഇതിനൊക്കെ വലുത് അവിടെ ഉപയോഗിക്കുന്നത്. സ്വതന്ത്രം. ഞാൻ ആ ഗ്രാമത്തിൽ എനിക്ക് വെള്ളം കുടിക്കാൻ വന്നപ്പം ഞാൻ ആ ഗ്ലാസ്സിലിട്ട് സൂക്ഷിച്ച് നോക്കിയപ്പം ഗ്ലാസ്സിൽ പച്ച ചാണകം. എന്ത് രസമല്ലേ? ചിലരൊക്കെ മോന്തൊക്കെ നന്നായിട്ട് ചുളുങ്ങി വരുന്നു. അതുപോലെ എൻ്റെ മോന്ത അങ്ങ് ചുളുങ്ങി. കാരണം എനിക്ക് കോഴിയുടെ കാല് വേണം, അല്ലെങ്കിൽ തുടഭാഗം വേണം, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വേണം, അല്ലെങ്കിൽ കോവയ്ക്ക മെഴുക്കുവരട്ടി വേണം. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ചീനച്ചട്ടി, ഞാൻ 3-4 നേരം ചോറ് കഴിക്കുന്ന ആളാണ്. ചീനച്ചട്ടിക്കകത്തിട്ട് കഴിക്കുന്നത് എന്തൊരു ഇഷ്ടം, എന്നോ ടേസ്റ്റാണെന്നറിയോ? ഇതൊക്കെ അയ്യോ, ഞാൻ ഉപവാസമല്ലേ, ഇവിടെ ക്ഷമിക്കണം. അപ്പം ഇങ്ങനെ ആസ്വദിക്കുന്ന ആളാണ് ഞാനിത് ആസ്വദിക്കുന്ന കണ്ടീഷനുണ്ട് വീട്ടിൽ, എനിക്കിത് കിട്ടിയാലേ കഴിക്കൂ. പക്ഷെ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ദാണ്ട്ര വരുന്നു, ഗ്ലാസ്സിനകത്ത് പച്ച ചാണകത്തിൽ പൊതിഞ്ഞ് എന്ന് പറഞ്ഞാൽ നിന്റെ കംഫോർട്ട് സോണിന് ദൈവം പൊളിക്കും. If you are praying for revival, break your comfort zone. നിന്റെ കംഫോർട്ട് നീ പൊളിക്ക. എൻ്റെ ദൈവം നിന്റെ വീട്ടിനകത്ത് ഒരു ഉപകരണമായി, ഒരു റിവൈവലായി നിന്റെ വീട്ടിനകത്ത് വരും. പിടിച്ചു വെച്ചിട്ട് റിവൈവൽ നടക്കൂല. ഇതെവിടുത്തെ ഭാഷയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കേരളത്തിൽ എവിടെയോത്തെയോ ഒരു ഭാഷ ഇപ്പം ഞാൻ പറഞ്ഞേ. നീ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വിട്ടുകൊടുത്തോ. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ പച്ച ചാണകം കുടിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർ പറഞ്ഞു, കുടിയടാ. ഞാൻ പറഞ്ഞു, കുടിക്കത്തില്ല. പാസ്റ്റർ മലയാളത്തിൽ പറയാം, കുടിതാ. ഒറ്റയല്ല. പുള്ളിക്ക് എനിക്ക് മനസ്സിലായുള്ളൂ. ദേഷ്യപ്പെട്ടാന്ന് എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ ഭാഷ ആർക്കും മനസ്സിലായില്ല. ഞാൻ ഒറ്റ ശ്വാസത്തിൽ കുടിച്ചു. എന്തുകൊണ്ടാണ് പറയുക? പാസ്റ്ററിനെ പേടിച്ചു പോയതാ. പച്ച ചാണകം. ഞാൻ ഇന്നും പറയാറുണ്ട്, ഞാൻ നാട്ടിൽ എവിടെയെങ്കിലും നല്ലൊരു കല്യാണത്തിന് പോയി ഫുഡ് കഴിച്ചാൽ എനിക്ക് അന്ന് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഗ്രാമത്തിൽ ചെന്ന് ഏത് കോഴിയുടെ തല കഴിച്ചാലും ആടിൻ്റെ നാക്ക് കഴിച്ചാലും ഒരു കുഴപ്പമില്ല മാമേ. അയ്യോ ഒന്ന് തൊട്ട് നോക്ക്. ഇച്ചിരി ഉപ്പ് കുറഞ്ഞ പ്രശ്നമല്ലയോ? ഇവിടുത്തെ അല്ല, അപ്പുറത്തെ കാര്യമാണ്. കംപ്ലൈന്റാ, എന്തിനും കംപ്ലൈന്റാ. ഒരു സാരി മേടിച്ച ഒത്തില്ലെങ്കിൽ അല്ലേ, അപ്പുറത്തെ കാര്യമാണ്. ഇന്നടത്ത് ഇന്നാരെ കണ്ടോ, അവളെന്തോ ഷൈനിങ്, എന്ത് കണ്ടോ, നിങ്ങൾ എനിക്ക് എന്താ മേടിച്ചെന്തോ മനുഷ്യ. കംപ്ലൈന്റാ, തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കംപ്ലൈന്റ്. സംതൃപ്തിയില്ല. എന്തിനാ ജീവിക്കുന്നതെന്ന് അറിയത്തില്ല, എന്തിനാ ജോലിക്ക് പ്രൊമോഷൻ എന്ന് അറിയത്തില്ല, എന്തിനാ ശമ്പളം കൂട്ടിക്കിട്ടുന്നതെന്ന് അറിയത്തില്ല. ജീവിക്കുക, പേര് കർത്താവിന് വേണ്ടിയാണെന്നും അറിഞ്ഞ് ജീവിക്കണം, അറിഞ്ഞ് പ്രവർത്തിക്കണം, ഓരോ സെക്കൻഡും അറിഞ്ഞ് ചലിക്കണം, നിയോഗത്തിൽ ചലിക്കണം, അഭിഷേകത്തിൽ ചലിക്കണം, അധികാരത്തിൽ ചലിക്കണം. അങ്ങനെ ചലിക്കുമ്പം നിന്നെ ഒരത്ഭുതമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ഞാനിവിടെ പ്രാർത്ഥിച്ച് തീർക്കാൻ പോവാ. ഒരാരംഭമായിട്ട് ഒരു ഇൻട്രോ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയാം. ലുദിയയെ തുറന്ന ദൈവം, അവിടെ വീടിനെ തുറന്ന ദൈവം, നമ്മുടെ വീടുകളെ തുറന്നാൽ നമ്മുടെ സഭ നിറയും. എന്താ തിരുവല്ലയെന്ന് വന്ന് ജീവൻ പ്രസംഗിച്ചിട്ട് പോയേ? മനസ്സ് തുറക്കണം, വീട് തുറക്കണം, നന്മ തുറക്കണം. നീ ഉണർവ് കാണും, നീ ശക്തി പ്രാപിക്കും. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സഭയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ വീണ്ടും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ മക്കതോന്യയിലായിരുന്നപ്പോൾ സുവിശേഷ ഘോഷണത്തിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ മറ്റ് പല സഭകളും നന്മയൊന്നും തുറക്കാതിരുന്നപ്പോൾ നിങ്ങളല്ലാതെ വേറെ ആരും
എനിക്ക് നന്മ തന്നില്ല, നിങ്ങളാണ് എന്നെ നന്മ തന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം കൂടെ തിരിച്ചറിയണം, എനിക്ക് ഉയർച്ചയിലിരിക്കാൻ അറിയാം, എനിക്ക് താഴ്ചയിലിരിക്കാനും അറിയാം. സമൃദ്ധി, കഷ്ടത, പട്ടിണി എനിക്ക് ശീലമുണ്ട്, എനിക്കറിയാം, എനിക്ക് ശീലമുണ്ട്. ഞാനിതെല്ലാം പഠിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ മതി, എൻ്റെ മുമ്പിൽ വായിക്കാൻ സമയമില്ല. 3 കാര്യങ്ങൾ പൗലോസ് പറയാ എന്ന് പറഞ്ഞാൽ, KFC കഴിക്കാനും എനിക്കറിയാം, മലയാളിയുടെ ഭാഷ പറഞ്ഞാൽ കുഴിമന്തി കഴിക്കാനും എനിക്കറിയാം, പട്ടിണി കിടക്കാനും എനിക്കറിയാം, ഐഫോൺ ഉപയോഗിക്കാനും എനിക്കറിയാം, ഓപ്പോ ഉപയോഗിക്കാനും എനിക്കറിയാം. എല്ലാവരും കൂടെ ഉണ്ടോ? ഐഫോൺ കിട്ടിയാൽ പിന്നെ ഓപ്പോ പറ്റൂല. കാരണം സ്റ്റാൻഡേർഡ് അല്ലേ. കർത്താവ് ഞങ്ങളെ തലമുറയായി അനുഗ്രഹിച്ചവരെ കണ്ടോ. ഇന്ന് ആ പൗലോസങ്ങാണ് ഈ ചർച്ച വന്നാൽ പുറകെ ഇരിക്കുമായിരുന്നു, എന്തോ പറഞ്ഞേനി. എടാ പൊന്നുമോനെ, ഞാനിതെല്ലാം കപ്പൽ മുതലാളിയായിരുന്നു ഞാൻ, എനിക്ക് അത്യാവശ്യം നന്മയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉയരത്തിലുള്ള ചിലത് കണ്ടപ്പം ലാഭമായതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണി. ലാഭമായത് ഛേദമെന്ന് എണ്ണുന്നത് മണ്ടനും പൊട്ടനും ആയിട്ടല്ലത്, ഉയരത്തിലുള്ള അഴിഞ്ഞു പോകാത്തൊരു നിക്ഷേപം കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ. സഭയ്ക്കകത്ത് ഇങ്ങനെ കുറച്ച് പേരുണ്ട്, കർത്താവിനെ സേവിച്ചിട്ടും ആരാധിച്ചിട്ടും ഇത്രയും വർഷമായിട്ടും ഒരു നന്മയും കിട്ടാതെ എല്ലാവരും തള്ളപ്പെട്ടവനെയൊക്കെ പുറകിയിരിക്കുന്നവര്. അവരാ സ്വർഗത്തിലെ സ്റ്റാർ കേട്ടോ. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം എനിക്ക് അവിടെ, അയ്യോ ഞാൻ ആരാന്നറിയാവോ? സ്വോത്രം 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 സ്വോത്രം. എൻ്റെ വണ്ടി എത്ര വലുതായിരുന്നെന്ന് അറിയാവോ? ആർക്കറിയണം? ഇതെല്ലാം കത്തി നശിക്കാനുള്ളതല്ലേ. അഴിയാത്തൊരു നഗരം നമുക്ക് വേണ്ടി ഉണ്ട് പ്രിയരെ, അഴിയാത്തൊരു നഗരം നമുക്ക് വേണ്ടി ഉണ്ട് പ്രിയരെ. അതിനുവേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി സഭയാണ് നമ്മൾ. സ്വപ്നം കാണണം, അതിനുവേണ്ടി സ്വപ്നം കാണണം. ഞാൻ പോകുന്ന വീടിനെ കുറിച്ചുള്ള സ്വപ്നം. അതാ പൗലോസ് പറയുന്നത്, എൻ്റെ പൊന്നുമോനെ ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്, എനിക്കെല്ലാത്തിനും നന്ദിയുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പ്രത്യേകത, ഐ എം സോ താങ്ക്ഫുൾ, എനിക്ക് നന്ദിയുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ നീ അറിഞ്ഞോ, നിങ്ങളിതൊന്നും എനിക്ക് തന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് നന്മയൊന്നും കിട്ടിയില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്കൊരു കാര്യം അറിയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും 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 മതിയാകുന്നു. ജോലി ഉണ്ടേലും ഇല്ലേലും, ശമ്പളം ഉണ്ടേലും ഇല്ലേലും, വീടുണ്ടേലും ഇല്ലേലും, കാർ ഉണ്ടേലും ഇല്ലേലും, നന്മ കൈ വന്നാലും ഇല്ലേലും, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവം മുഖാന്തരം ഞാൻ സകലത്തിലും. കാരണം ഞാൻ ഈ കണ്ട സഭയൊന്നും പണിതത് ഏതെങ്കിലും അച്ചായമാരുടെ പേരിലൊന്നുമല്ല, ഏതെങ്കിലും വ്യക്തികളെ കണ്ടിട്ടുമല്ല. ഞാൻ പണിതത്, ഞാൻ ദമസ്കോസിന്റെ പതിവാതിൽക്കൽ ഇരിക്കുമ്പം എന്നെ അടിച്ചിട്ട ഒരു വെളിച്ചമുണ്ട്. അവിടെ വെച്ച് ഞാൻ കണ്ട ഒരുവനുണ്ട്, അവിടെ ഞാൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് ചെയ്തവൻ എനിക്കറിയാം. പർവ്വതം നീങ്ങിപ്പോയാലും, സമുദ്രമധ്യേ ചെന്ന് വീണാലും എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. ഞാൻ പോകുന്നിടം അനുഗ്രഹമായി മാറും. നീ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായി മാറട്ടെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാം, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അപ്പൊ ശക്തിപ്പെടേണ്ടത് എന്തിനകത്താ? കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. 4 കാര്യങ്ങൾ അതാ പ്രസംഗിക്കേണ്ടത്, പറഞ്ഞുവിടാം. 1, വചനത്തിൽ ശക്തിപ്പെടണം. 2, വിശ്വാസത്തിൽ ശക്തിപ്പെടണം. 3, ആത്മാവിൽ ശക്തിപ്പെടണം. 4, കൃപയിൽ ശക്തിപ്പെടണം. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പം ഐ ചലഞ്ച് യു,
25-ാമത്തെ ദിവസം നമ്മൾ വചനം വായിക്കുന്ന കാര്യത്തിനകത്ത് സിസ്റ്റമാറ്റിക് ആകണം. തിരുവഴുത്തുകളെയും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകും. 40 ദിവസം ഉപവാസം കഴിഞ്ഞ് കർത്താവ് വെളിയിലോട്ട് ഇറങ്ങുമ്പം സ്വീകരിക്കാൻ വന്നത് അപ്പോസ്തലന്മാരല്ല, സ്വീകരിക്കാൻ വന്നത് ശിഷ്യന്മാരല്ല, സ്വീകരിക്കാൻ വന്നത് സാത്താൻ വന്ന് 3 ക്ലെയിമുകൾ പറഞ്ഞു. 3 ക്ലെയിമിനെ കർത്താവ് ജയിച്ചത് വചനം കൊണ്ടാണ്. അപ്പോൾ തിരുവഴുത്തുകൾ അകത്തുള്ളവനെ തോൽപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അപ്പം നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ വചനം അകത്ത് കയറി ചാർജ് ആകണം. രാവിലെയും വൈകിട്ടും കേൾക്കുന്ന 2 പ്രസംഗമല്ല, അതിനേക്കാൾ അപ്പുറത്ത് വായിച്ച് ചാർജ് ആകണം. 2ാമത്തെ കൂടെ പറയാം, ആത്മാവിൽ ശക്തിപ്പെടണം. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെ യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാകണം. അപ്പൊ ശക്തി പ്രാപിക്കേണ്ടത് എന്തിനകത്താ? പരിശുദ്ധാത്മാവിൽ. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആത്മാവ് ഗൈഡൻസ് തരും. ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ഇതാണ് പ്രസംഗം ആക്ച്വലി. പക്ഷെ അതിനകത്ത് ഞാൻ നിൽക്കുന്നില്ല. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനെ തൊടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിനക്ക് പഠിത്തം കാണും, വിദ്യാഭ്യാസം കാണും, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലെങ്കിൽ ഈ 20 ദിവസം ഇനിയുള്ള ശേഷമുള്ള 15 ദിവസം ദൈവസന്നിധി വന്ന് മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ, ഐ നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവശക്തി ഇല്ലാതെ കുഞ്ഞെ, മാതാപിതാക്കളെ, യൗവനക്കാരെ ചലിക്കരുത്. പരിശുദ്ധാത്മാവിന് നിയോഗം വേണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത സ്ഥലങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകും. നിയോഗങ്ങളിലേക്ക് നിങ്ങൾ കൈമാറ്റപ്പെടും. ഇന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിച്ചിട്ട് പറഞ്ഞേ, ഞാൻ അന്യഭാഷയിൽ ചലിക്കുവാനല്ല, ഞാൻ പരിശുദ്ധാത്മാവിൽ ചലിക്കുവാൻ, ഞാൻ പരിശുദ്ധാത്മാവിൽ ചലിക്കുവാൻ, ഞാൻ പരിശുദ്ധാത്മാവിൽ ചലിക്കുവാൻ. എല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേറ്റിരിക്കാം, എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. രാത്രി മനസ്സിനോടൊന്ന് പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. ഒന്ന് പറയാവോ? കണ്ണടച്ചിട്ടൊന്ന് പറയാവോ? ആത്മാവിലൊന്ന് പറയാമോ? എന്നെ നോക്കണ്ട, നിങ്ങൾ ആത്മാവിൽ പറഞ്ഞാൽ മതി. ക്ലോസ് യുവർ ഐസ് ആൻഡ് പ്രൊക്ലെയിം ദാറ്റ് ജീസസ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എല്ലാവരും കണ്ണടച്ചൊന്ന് പറഞ്ഞേ. എവരിവൺ ക്ലോസ് യുവർ ഐസ്. ഞാൻ പ്രസംഗിക്കുന്ന കൂടുതൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് അവസാനത്തെ 5 മിനിറ്റ് പ്രാർത്ഥന. ഇത്രയും നേരം നമ്മൾ പ്രസംഗം കേട്ടു. ഈ 5 മിനിറ്റിനകത്ത് ഇവിടെ ഡെലിവറൻസ് നടക്കുന്നത്. ഈ 5 മിനിറ്റിനകത്ത് ഇനി എന്തെങ്കിലും ഇവിടെ സംഭവിക്കാനുള്ളെങ്കിൽ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നാളുകളായിട്ട് ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി നിന്നിട്ട് ശുശ്രൂഷയിൽ ഒന്ന് കയറി വരാൻ കഴിയാതിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, സ്തേഫാനോസിനെ ദൈവം ശുശ്രൂഷയ്ക്ക് ഒരു ഷിഫ്റ്റ് കൊടുത്തതുപോലെ ചിലർക്കൊരു വലിയ ഷിഫ്റ്റ് ഈ സഭയ്ക്കകത്ത് ദൈവം എഴുന്നേൽപ്പിക്കുക. ചില വൂണ്ടുകൾ ദൈവം ഹീൽ ചെയ്യുക. നാളുകളായിട്ട് മുറിഞ്ഞു പോയ ചില ഹൃദയങ്ങൾ, ചിലരോടുള്ള കയ്പിന്റെ വേരുകൾ ഇന്ന് രാത്രി ആത്മാവി പറ, ഇല്ല സാത്താനെ, എനിക്ക് ശുശ്രൂഷയുണ്ട്, എനിക്കൊരു വേദിയുണ്ട്, എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതാ. എൻ്റെ അകത്ത് വീണിരിക്കുന്ന മുറിവ്, എൻ്റെ അകത്ത് വീണിരിക്കുന്ന ഡിപ്രഷന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ വലിച്ചെറിഞ്ഞ് കളയുക. എന്നിട്ട് ഞാൻ പറയും, എന്നെ ശക്തനാക്കുന്നവൻ. ഓ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചോടെ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Reba shadararara. Hey, 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 hey. അന്യഭാഷ പ്രാപിച്ചവർക്ക് അന്യഭാഷയിൽ, അന്യഭാഷ പ്രാപിച്ചവർക്ക് അന്യഭാഷയിൽ, അന്യഭാഷ പ്രാപിച്ച. If you speak in tongues, start speaking in tongues. Re 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 re. അന്യഭാഷയിൽ സംസാരിച്ചവർ അവർ മനുഷ്യരോടല്ല, അവർ ദൈവത്തോടത്ര സംസാരിക്കുന്നു. അവർ ആത്മിക മർമ്മങ്ങളെ വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രിയിൽ മനുഷ്യരോടല്ല, ദൈവത്തോട് സംസാരിക്കുന്ന,
ദൈവത്തോട് സംസാരിക്കുന്ന നാളുകളായിട്ട് നീ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ തലമുറയുടെ മേൽ ഒരു പദപ്പിന്റെ കൈമാറ്റം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുക. പ്രാർത്ഥിച്ചു. ആത്മാവിനത് പോരാടിക്കുക. ദേശത്ത് വ്യാപരിക്കുന്ന ദേശാധിപതി ശക്തിയെ അറസ്റ്റ് ചെയ്യാൻ കത്തിക്ക. എന്നെ ദൈവം ഉപയോഗിക്കുമോ? എന്നെ ദൈവം ഉപയോഗിക്കുമോ? ഞാൻ ഈ ദൈവത്തെ തള്ളി പറഞ്ഞതല്ലേ? പക്ഷെ നീ ശക്തിക്ക് വേണ്ടി കാത്തിരുന്നവനായതുകൊണ്ട് നിനക്കൊരു സീസൺ, നിന്റെ ഒരു പുതപ്പ്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആത്മമനുഷ്യനെ ബലപ്പെടുത്തുന്ന ദിവസങ്ങൾ. ഫിലിപ്പോസിന്റെ തലമുറയെ പോലെ പ്രവചിക്കുന്ന ഒരു തലമുറ, പ്രവചിക്കുന്ന ഒരു തലമുറ, പ്രവചിക്കുന്ന ഒരു തലമുറ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രണ്ട് പേര് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയിട്ടും ചന്ദ്രരോഗം പിടിച്ച ഒരാളെ കർത്താവിൻ്റെ അടുക്കെ കൊണ്ടുവന്നു. കർത്താവ് നിന്റെ ശിഷ്യന്മാർക്ക് ഇവരെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് ക്ഷണത്തിൽ അവനെ സൗഖ്യമാക്കി, കുഞ്ഞിനെ സൗഖ്യമാക്കി. പിന്നീട് ചോദിച്ചു, ശിഷ്യന്മാർ ഒറ്റയ്ക്കിരുന്നപ്പം യേശുവിനെ ചോദിച്ചു, കർത്താവ് ഞങ്ങൾക്ക് എന്നാ പറ്റാഞ്ഞേ? കർത്താവ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോത്തില്ല. 40 days കുഞ്ഞുങ്ങളിയല്ല, 40 ദിവസം ഇരിക്കുന്ന റിസൾട്ടിന് വേണ്ടിയാണ്. ചില വ്യാധികൾ ബാംഗ്ലൂരിനെ വിഴുങ്ങുന്ന, കുടുംബങ്ങളെ വിഴുങ്ങുന്ന ക്യാൻസർ പോലുള്ള ചില രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ചില റൂട്ടിനെ ദൈവം ഡൈവേർട്ട് ചെയ്ത് വിടുക, ഡൈവേർട്ട് ചെയ്ത് വിടുക, ഡൈവേർട്ട് ചെയ്ത് വിടുക. ഓ യേശുവിന്റെ നാമത്തിൽ നിന്നെ ഒരു രോഗിയാക്കുമെന്നും നിന്നെ ഒരു 4 ചുവരിനകത്ത് ഒതുക്കി കളയുമെന്നും വാദിച്ചു നിന്ന ചില വാദഗതികളെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ അതിനെ വെട്ടി, അതിനെ വെട്ടി Oh, welcome, Holy Spirit. Oh, we are in your presence. Oh, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം
പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ എന്നെ നടത്തും ഓ എന്നിൽ വസിക്കും ദൈവാത്മാവേ ഓ എന്നോ ചിലരോട് മിണ്ടാൻ, ചിലരോട് കൂടെ ഇരിക്കാൻ, നല്ല സഖിയേ നല്ല തുണയേ ചേർന്ന് വിളിച്ചേ പരിശുദ്ധാത്മാവേ നല്ല സഖിയേ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാ ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കണം. എനിക്കറിയാം പാസ്റ്റർ 2-3 മിനിറ്റ് കൂടെ ശ്രദ്ധിക്കണേ. പത്രോസ് തള്ളി പറഞ്ഞവനാ. എനിക്കറിയാം ദൈവാത്മാവ് ചിലരെ തൊട്ട് പറയേണ്ട ദൂത. പക്ഷേ ഈ വേദിയുടെ ലിമിറ്റേഷനിൽ ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുന്നത് പോലെ നിങ്ങൾ ഇതിനെ അംഗീകരിക്കണം. ഈ ദൂത് തട്ടിക്കളയരുത്. തള്ളിക്കളഞ്ഞ ചിലത് ചെവി മുറിച്ചെന്ന് പറഞ്ഞ് 3 വട്ടം തള്ളി പറഞ്ഞെന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല എൻ്റെ ദൈവം. നിന്നെ തിരിച്ചു പിടിക്കാൻ ഒരു മാളിക മുറിയുണ്ട്. കാരണം മീനില്ലാതിരിക്കുമ്പോൾ നിന്റെ വലയ്ക്കകത്ത് ഞാൻ മീനെ തന്നെങ്കിൽ പുതിയ നിയമ സഭയും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ആത്മാവിന്റെ പകർച്ച മാത്രമല്ല, നീ എഴുന്നേറ്റ് നിൽക്കുമ്പം നിന്നോടൊപ്പം 11-20 നിന്നോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയും ഞാൻ ആത്മാവിൽ കണ്ടിട്ടുണ്ട്. നിന്നിലെ ഒരു ശുശ്രൂഷ പുറത്തെടുക്കാൻ, ശക്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇത് നിന്റെ പകർച്ചയുടെ രാത്രിയാ. ഇവിടെ പ്രാർത്ഥിച്ച് നിർത്തുന്ന മീറ്റിംഗ് നിന്റെ അകത്തെ നിയോഗം പ്രാർത്ഥിച്ച് തുടങ്ങുന്ന രാത്രിയാ. നീ പാടണം, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും പൊന്നാത്മാവേ. ഞാൻ എൻ്റെ ഒരാഴ്ച മുമ്പുള്ള ഒരു അനുഭവം കൂടെ പറയാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുനിൽ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച തിരുവല്ല വന്ന് ശുശ്രൂഷിച്ച രാത്രി പ്രിയ ദേവദാസൻ ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനകത്ത് ഒരാളാ ജെറിൻ ഇവിടെ നിപ്പുണ്ട്. 10-25 പേര് നിൽക്കുന്ന ഒരു വലിയ ടീമിനകത്ത് നിന്ന ദേവദാസൻ രാത്രി 9:30 സമയത്ത് പ്രാർത്ഥിക്കുന്നേ. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദേവദാസൻ ഒരു വാക്കിങ്ങനെ പറഞ്ഞു, ഇവരുടെ വിഷനെ ദൈവം തുറക്കുക. എന്താ വിഷനെ ദൈവം തുറക്കുക? എലീശ പ്രാർത്ഥിച്ചതുപോലെ. എടാ, നീ ഇപ്പൊ കാണുന്നത് അഗ്നിരഥങ്ങളും കുതിരകളും അല്ല. നീ ഇപ്പൊ കാണുന്നത് സൈന്യത്തെയാ കാണുന്നത്. സൈന്യത്തെ, അരാമ്യ സൈന്യത്തെ, സിറിയൻ സൈന്യത്തെ, മല നിറഞ്ഞിരിക്കുന്ന നീ കാണുന്നത്. നിന്നെ പേടിപ്പിക്കുന്ന എന്താ? മെഡിക്കൽ റിപ്പോർട്ടോ? എന്താ പേടിപ്പിക്കുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന മാർക്കോ? വരാൻ പോകുന്ന എക്സാമോ? ജോലിയോ? കണ്ണൊന്ന് തുറക്ക. അഗ്നിരഥങ്ങൾ കൊണ്ട് കുതിര കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു പർവ്വതത്തെ ഞാൻ കാണിച്ചു തരാം. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോ എന്താ സംഭവിക്കുന്നത് അറിയോ? കാഴ്ച മാറും. ദേവദാസം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് രാത്രിയിൽ ഞങ്ങൾ 10-11:30 പ്രാർത്ഥിക്കാനിരുന്ന പ്രാർത്ഥന വെളുപ്പിനെ 3 മണിക്ക് അപ്പുറം പോയി. ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ കണ്ണ് തുറക്കണേ. എൻ്റെ 21 ദിവസത്തെ ഉപവാസത്തിലും പ്രാർത്ഥന കണ്ണു തുറക്കണമെന്നായിരുന്നു. ദേവദാസൻ ഫൈനൽ വീക്കിന്റെ 3 ദിവസം ബാക്കിയുള്ളപ്പം ദേവദാസനും വന്ന് പറഞ്ഞിട്ട് പോയി, കണ്ണ് തുറക്കാൻ പോവാ. പ്രവചിച്ചിട്ട് പോയി.
നീ നിയോഗത്തോടെ ചിലതൊക്കെ പറഞ്ഞിടുന്നത് ചിലതിൻ്റെയൊക്കെ കണ്ണ് തുറക്കാനാ. പരിശുദ്ധാത്മാവ് അകത്ത് പ്രാപിച്ചെങ്കിൽ നിയോഗത്തോടെ വാ ചലിപ്പിക്കണം. തുറക്കാമോ തുറക്കാമോ എന്ന് പറയുന്നത് നിർത്തിയിട്ട് യേശുവിന്റെ നാമത്തിൽ തുറക്കാൻ പറ. അന്ന് രാത്രിയിലുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ വേണ്ടിയാ. എല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവദാസന് ഞങ്ങൾ ഒന്നിച്ച് രാത്രി ഒരു 12:30-1 മണി വരെ സംസാരിച്ച് പിരിഞ്ഞു. ഞാൻ തിരിച്ച് മുറി ചെല്ലുമ്പം അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ചെറുപ്പക്കാരൊക്കെ കിടക്കാൻ പോവാ. ഞങ്ങളെല്ലാം പായയിലാണ് കിടക്കുന്നത്. ചർച്ചിനകത്ത് തറയിൽ കിടക്കുക. ഒരു ഓഫീസ് കോംപ്ലക്സ് ഉണ്ട്, അതിനകത്ത് തറയിൽ കിടക്കുക. ഞാൻ 2 വാക്ക് കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തീർക്കാൻ തുടങ്ങിയപ്പം ഒരു പയ്യൻ വന്ന് എൻ്റെ കാലിൽ, അലൻ എന്നാ പേര്, കാലെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പറഞ്ഞു, അച്ചാ ഒരു ഏണി ഇരിക്കുന്നു. അവൻ പറയാൻ പറ്റുന്നില്ല. അവൻ പറയുക, അന്യഭാഷ പറയുക, കരയുക. കയറാൻ പറ്റുന്നില്ല അച്ഛാ, കയറാൻ പറ്റുന്നില്ല. ഞാൻ പറയാം, എന്നാ മോനെ? അച്ഛാ ഇവൻ വാക്യം പറയുക, കരയുക, ഏണി കയറാൻ പറ്റുന്നില്ല, ഇത്രേ ഉള്ളൂ. ദൈവദാസൻ പറഞ്ഞത് എനിക്ക് സ്ട്രൈക്കായി, എൻ്റെ അകത്ത് വീണു. ഞാൻ അപ്പുറത്തിരുന്ന ആൽബിൻ എന്ന് പറഞ്ഞ പയ്യൻ ഇത് കാണാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കയറി വന്നു. അവരോട് ഞാൻ ചോദിച്ചാടാ, നിനക്ക് ഇതിന്റെ ബാക്കി കാണണോ? എല്ലാവരും കൂടെ ഉണ്ടോ? ബാക്കി കാണണോന്ന്? ഇതിനകത്ത് ദർശനം കാണണോ? വെളിപ്പാട് കാണണോ? കൃപാവരത്തിൽ ജ്വലിക്കണോ? ആത്മാവിന്റെ തലത്തിൽ കയറണോ? ഒരു തലമുറ എഴുന്നേക്കും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും സംഭവിച്ചത് പറയാം. നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഐ റെസ്പെക്ട് ടൈം. പ്രാർത്ഥിക്കാൻ പോവാ. ഇതൊരു എൻകറേജ്മെന്റ് വേണ്ടി ഞാൻ പറയുക. സംഭവിച്ചത് ഇങ്ങനെ, ഒന്നിച്ച് ഇവന്റെ ഇവൻ പറഞ്ഞു, എനിക്ക് കണ്ടാ പറ്റത്തുള്ള അച്ഛാ ആൽബിൻ. കഴിഞ്ഞ വർഷം നടന്ന 21-നകത്ത് അന്യഭാഷ പ്രാപിച്ചതാ. അവൻ 10 പേർക്ക് അഭിഷേകം കൊടുത്തവനാ. അവൻ പ്രാപിച്ചിട്ട് അവൻ ഓടി ചേർന്ന് കൈ വെക്കുന്നവരിൽ അഭിഷേകം പ്രാപിക്കുക. അവൻ ഈ 21-നകത്ത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഇനി എന്തോ കിട്ടാനുള്ളേ? ഞാൻ പറഞ്ഞു, കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകം കിട്ടിയവൻ്റെ അടുത്ത് എന്തോ വേണ്ടേ? കൃപാവരങ്ങൾ വേണം. അന്യഭാഷ കിട്ടിയവന് എന്തോ വേണ്ടേ? കൃപാവരം വേണം. കിട്ടിയേ പറ്റൂ. പ്രാർത്ഥിച്ചു. ആൽബിന്റെ കണ്ണിലോട്ട് ഞാൻ എൻ്റെ മഹത്വം പറയാനൊന്നും വരികയല്ല. ദൈവപ്രവൃത്തിയിൽ ആര് ചലിച്ചാലും ഇത് സംഭവിക്കുമെന്ന് പറയാൻ വരിക. ഞാൻ തലയിലോട്ട് കൈവച്ച് കണ്ണിൻ്റെ അവിടെ കൈവച്ചിട്ട് പറയും, യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ ബാക്കി ഇവൻ കാണട്ടെ. ഇത് പറഞ്ഞ് 2ാമത്തെ മിനിറ്റിൽ പയ്യൻ പറയാ, അച്ഛാ ഈ ഏണി നിൽക്കുന്നതിന്റെ അടിയിൽ വലിയൊരു കുഴിയാ. ഈ കുഴിക്കകത്തൊരു പാമ്പുണ്ട് അച്ഛാ. എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? പാമ്പിനെ പേടിയുള്ളൊരു ചെവി പൊത്തി കേട്ടാ മതി. സിംഹത്തിലും അണലിമേലും നീ പിന്നെ എന്തിനാ പേടിക്കുന്നേ? നമ്മൾ ചവിട്ടേണ്ടവരാ, കടി കൊള്ളേണ്ടവരല്ല. എടാ, അണലി കയ്യെ ചുറ്റിയാലും ഒരൊറ്റ കൊട. അതാ അഭിഷേകം ഉള്ളവൻ. അഭിഷേകം ഇല്ലാത്തവൻ പറയും, ഓ വേണ്ടാത്ത ഒന്നും പ്രാർത്ഥിക്കാൻ പോവില്ലേ, അനാവശ്യമായിട്ടൊന്നും പ്രാർത്ഥിക്കല്ലേ, വീട്ടിൽ വലിച്ച് കയറ്റല്ലേ. നീ അവിടെ ഇരുന്നു KFCയും കഴിച്ചു, ബാർബിക്യൂവും കഴിച്ചു, ബാർബിക്യൂ നേഷനിലും പോയി, പിന്നെ ഏതാ PGN മാൾ ഏതൊക്കെയാ ഇവിടെ ഉള്ളത് മറന്നുപോയി. കറങ്ങി അടിച്ച് നടന്നു. കറക്റ്റ് സ്വത്രാഴ്ച വന്നിട്ട് തീരുമാനിച്ചാൽ മതി. കർത്താവിൻ്റെ എല്ലാം കേൾക്കുന്നു, ഒന്നുമില്ല. നിയോഗത്തിൽ ചലിക്ക്. കയറി വാ. കർത്താവിന്റെ വിളിക്കകത്ത് കയറി വാ. കൊടയണം. പാമ്പിനെ കണ്ടെന്ന് പറയപ്പം ഇപ്പുറത്തിരുന്ന അലം പറയാ, അച്ഛാ ഒരു പാമ്പല്ല അച്ഛാ, ഒത്തിരി പാമ്പുണ്ട് അച്ഛാ. അപ്പൊ ഇവര് തമ്മി പറഞ്ഞുകൊണ്ടിരിക്കുക. 2 പേരും കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ ഇതിന്റെ അർത്ഥം എന്തുവാടാ? അവന് പറയാൻ പറ്റുന്നില്ല, കരച്ചില്ല. 2 പേരും കരച്ചില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇതിന് അർത്ഥം വേണമല്ലോ. ഒരു 3-4 പേര് ആ മൂലക്കിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ഉടനെ ഞങ്ങളുടെ മീഡിയ ഹെഡ് ജോനത്തൻ പറഞ്ഞു, അച്ഛാ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു, കയറി വേടാ മോനെ. ജോഷുവ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വേറൊരു പാസ്റ്റർ മോൻ, പവർഷൻ ടിവിയിൽ അതിരാവിലെ തിരുസന്നിധി പഠിപ്പിക്കുന്ന സിൽജു പാസ്റ്റർ മോൻ ജോഷുവ, അവൻ പറഞ്ഞു, അച്ഛാ എനിക്കും താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു, കയറി വാടാ. 2 പേരും കൂടി ഇവിടെ പുറകിലിരുന്നു. ഞാനിവർ 2 പേരും തലയെ കൈവച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇവർ കാഴ്ച കാണട്ടെ, കാരണം എനിക്ക് വീണ പുതപ്പ് വിടൂന്ന. ഇതിനെല്ലാം ഒരു ഹൈറാർക്കി ഉണ്ട് കേട്ടോ. ഒരു പുതപ്പ് ദൈവം ഇടും. ദൈവദാസന്മാരെ ദൈവം അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്ന. കൊതിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും വണ്ടിയും ശമ്പളവും ഒന്നും അല്ല, ആത്മാവിന് വേണ്ടി കൊതിക്ക്. ശുശ്രൂഷ തെളിഞ്ഞു വരട്ടെ.
കുറുബ ജലിച്ചു വരട്ടെ. കമ്പനി ചെല്ലുമ്പോൾ അപ്പുറത്തിരിക്കുന്നവന്റെ വിഷയം സ്കാൻ ചെയ്യുന്ന പോലെ അങ്ങ് പറ. അവൻ അടുത്ത ആഴ്ച സഭയില. സോദരം സോദരം സംഭവിച്ച ഞാൻ പറഞ്ഞു തീർക്കുക. ജോനത്തിന് എന്നെ ഒരു നോട്ടം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ വെച്ചാ തുറിപ്പിച്ചൊരു നോട്ടം. ഞാൻ പേടിച്ചു പോയി. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവൻ നോട്ടം മാറ്റുന്നില്ല. ഇവൻ അടുത്ത സെക്കൻഡിൽ പറയാ, അച്ഛാ പാസ്റ്ററുകൾ അവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ചർച്ചയിൽ എൻ്റെ ഫാദറിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഏണിയുടെ ചവിട്ടി പാസ്റ്ററുകളാണ് നിൽക്കുന്നത്. വലിയൊരു ദർശനമാണ്. ദർശനം മുഴുവൻ അവൻ പറഞ്ഞു. ഞാനത് ഇവിടെ പറയാൻ, പബ്ലിക്കിന് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം അറിയിച്ചതാ അവിടെ നിൽക്കുന്നേ. എന്നിട്ട് അവൻ വിവരിച്ച് ഒരു 5 മിനിറ്റ് എടുത്ത് പറഞ്ഞപ്പം തൊട്ടപ്പുറത്ത് നിന്ന് ജോഷുവ പാസ്റ്ററുകളാന്ന് പറഞ്ഞപ്പോ അവൻ പറയാ, അച്ഛൻ ഞാൻ ആ ഏണിയുടെ വാതിക്ക് രാജു പാസ്റ്ററുകളെ കണ്ടോണ്ടിരിക്കും അച്ഛാ. 2 പേർ കൊണ്ട് പ്രാർത്ഥിച്ചു. 2 പേരുടെ വിഷൻ ഇന്റർപ്രിട്ടേഷൻ ഓപ്പണായി. സഭ കൂടി വരുമ്പം ആത്മിക വർധനവ് സംഭവിക്കുന്ന ഇതാ. സഭയ്ക്കകത്ത് വന്നിരിക്കുമ്പം അവസാനം അന്യഭാഷ പറഞ്ഞ ഗുണം ആർക്കാ? പറ. അന്യഭാഷയിൽ സംസാരിക്കുന്ന തനിക്ക് താൻ ആത്മികം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞാലും എനിക്ക് ഗുണമാ. ചർച്ച വന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പുറത്തിരിക്കുന്നതിന് ഒരു ഗുണവുമില്ല. കൂടെ ഉണ്ടോ? 1 കൊരിന്ത്യർ 14 വീട്ടിൽ പോയി വായിച്ചാൽ മതി. അപ്പൊ സഭയ്ക്കകത്ത് വന്ന് അന്യഭാഷ പറയാൻ ഭയങ്കര വെമ്പൽ കൊണ്ടെങ്കിൽ പറഞ്ഞു. പൗലോസ് പറയുന്നുണ്ട്, അതിനെ വിലക്കണ്ട, പറയട്ടെ. ഞങ്ങളും പറയുന്നു, വിലക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ചേർന്ന് പറയാം, അന്യഭാഷ പറയുന്നതല്ല വലിയ കാര്യം. അത് കൃപാവരത്തിന്റെ ടോപ്പ് നോച്ച് ആണെന്ന് ആരും വിചാരിക്കരുത്. ഫുഡിന് മുമ്പുള്ള സ്റ്റാർട്ടർ മാത്രം അത്. സ്വത്രം. ഇവർ 2 പേരും കാഴ്ച കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ജോഷുവ എന്നോട് പറയാ, ഈ പയ്യൻ വന്നിട്ട് എൻ്റെ അടുക്ക വന്നിട്ട് പറയാ, അച്ഛാ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ഇന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞു, അവിടെ ഇനി ഇരുട്ടില്ല, അവിടെ ഭയങ്കര പ്രകാശം അച്ഛാ. ഒരൊറ്റ പാമ്പിനെ അതിനകത്ത് കാണാനില്ല അച്ഛാ. കാരണം എന്താ അറിയോ? ആ 4 പേര് കണ്ട കാഴ്ചയുടെ അവസാനം ഒരു ബ്രേക്ക് ത്രൂ പ്രാർത്ഥന അവിടെ തുടങ്ങി. 4 പേരിലെ പ്രാർത്ഥന കത്തിപ്പടർന്നു. അടുത്തൊരു 1.5 മണിക്കൂർ അവിടെ പ്രാർത്ഥന വെളിപ്പെട്ടു. കൃപാവരം ജ്വലിച്ചു. കൃപാവരം ജ്വലിച്ചാൽ ഞാൻ പറയാം കേട്ടോ, നിന്നെക്കുറിച്ച് എഴുതുന്ന വിധിയെടുത്ത് ഏത് കൊട്ടാരത്തിനകത്ത് എഴുതിയാലും ഏത് വീട്ടിൽ എഴുതിയാലും അത് നിന്റെ പ്രാർത്ഥന മുറി തമ്പുരാൻ തെളിയിക്കും. തെളിയിക്കുക മാത്രമല്ല, അതിനെ ആത്മാവിൽ വലിച്ചു കീറാൻ അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ കണ്ണു തുറന്നാൽ. ഒരു നിമിഷം ഒന്ന് കൈയടിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാം 1 മിനിറ്റ്. കർത്താവേ എനിക്ക് കാഴ്ച കാണണം. ഒന്ന് പ്രാർത്ഥിക്കാം 1 മിനിറ്റ്. എല്ലാ കണ്ണും ഒന്ന് അടച്ച്. എല്ലാ കണ്ണും. ഓൾ ഐസ് ക്ലോസ്ഡ്. ഓൾ ഐസ് ക്ലോസ്ഡ്. പ്രേ ലോർഡ്, ഐ വാണ്ട് ടു സീ. എനിക്ക് കാണണം. ഒന്ന് പ്രാർത്ഥിച്ച്. എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം. എനിക്കറിയാം അങ്ങനെ ചിലർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്, വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇന്ന് രാത്രി കാഴ്ച കാണും. ഇനി അടുത്ത 20-15 ദിവസം നീ ആഗ്രഹിക്കുന്നത് കാഴ്ച കാണാനാകണം. നിന്നിലൂടെ ബാംഗ്ലൂർ ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാനുള്ളത്. നിന്നിലൂടെ ചില കാര്യങ്ങൾ ദൈവം കമ്പനിക്കകത്ത് ചെയ്യാനുണ്ട്, സ്കൂളിൽ ചെയ്യാനുണ്ട്, കോളേജിൽ ചെയ്യാനുണ്ട്, സഭയ്ക്കകത്ത് ചെയ്യാനുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു വിങ് ഓപ്പൺ ആകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാം. ഒരു സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്കൂള്. ഇതിനകത്ത് വിവിധ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം യൗവനക്കാരാ അങ്ങനെ കൂടിയിരുന്ന് കാട് കത്തിക്കുന്ന അഭിഷേകത്തിന്റെ ജ്വലനം യേശുവിന്റെ നാമത്തിൽ കൈയടിച്ചൊന്ന് പ്രാർത്ഥിച്ചു. Yes, 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 yes. Yes, 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 yes. Yes, yes, yes. ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പ്രാർത്ഥിച്ചോ, പാടിക്കോ. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രവചിച്ച് പ്രാർത്ഥിക്കുക. പറഞ്ഞു പ്രാർത്ഥിക്കുക. സഭയ്ക്കെതിരെ എഴുതിയ ചില രേഖകൾ യേശുവിന്റെ നാമത്തിൽ ഗവൺമെന്റ് തലത്തുനിന്ന് എഴുതി വെച്ച ചില രേഖകൾ കർത്താവേ, ഞാൻ ഈ സഭയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവചിക്കുന്ന ചില തലമുറകൾ എഴുന്നേൽക്കട്ടെ.
അടുത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ, അടുത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ, അടുത്തൊരു തലമുറ എഴുന്നേൽക്കട്ടെ. 40-നകത്ത് ബാംഗ്ലൂരിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഹെവി ട്രാഫിക്, ഒരു ഹെവി ഒഴുക്ക് ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾ ഇവിടെ കാണുന്നു. കാറ്റ് കാണത്തില്ല, കോള് കാണത്തില്ല, താഴ്വരകളെ കുഴി കൊണ്ട് വെട്ട്, ഞാനതിനെ ജലാശയമാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ സഭ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നിയോഗത്തോടെ ദാസമാർ ഇങ്ങനൊരു ഉപവാസം ഇവിടെ പ്രസിദ്ധം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ കൃപാവരങ്ങളും ഈ സഭയ്ക്കകത്ത് ജ്വലിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കൃപാവരങ്ങളിൽ ഈ സഭയെ ദൈവം നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ എന്താ ഇവിടെ പറഞ്ഞിട്ടോ അത് ഇവിടെ വരും ദിവസങ്ങളിൽ പ്രത്യക്ഷത്തിൽ കാണട്ടെ, അത്ഭുതമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.